Good evening. Good evening, everyone. ഇന്നലെ പറഞ്ഞ ഏരിയ ഒക്കെ നോക്കിയായിരുന്നോ? നോക്കിയിരുന്നോ? എല്ലാം ഓക്കെ ആണോ? എന്താ അവസ്ഥ? നമ്മൾ ഇന്നലെ എവിടെ നിർത്തിയേ? ലാസ്റ്റ് ടാക്സ് ഇൻവോയ്സിന്റെ അവിടെ അല്ലേ? ടാക്സ് ഇൻവോയ്സ് എത്തിയിട്ടില്ല. നമ്മൾ എവിടെ എത്തിയേ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കണ്ടീഷൻസ് അല്ലേ? അല്ലെ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം? ഞാനൊരു സാധനം വാങ്ങി അതിന് മുകളിൽ എനിക്ക് ITC കിട്ടണമെങ്കിൽ, ഓക്കെ, ആർക്കാ കിട്ടുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു, രജിസ്റ്റേർഡ് പേഴ്സൺ. ഇത് അയാൾ ഫർദറൻസ് ഓഫ് ബിസിനസിന് ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ വാങ്ങിയതിന് മുകളിൽ ITC കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ, അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം? എന്തൊക്കെ കണ്ടീഷനാ? നമ്മൾ അതിലല്ലേ നിർത്തിയേ ലാസ്റ്റ്? എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞു? ഓർക്കുന്നുണ്ടോ? നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എന്താ കിട്ടുക സാധനത്തിന്റെ ഒപ്പം? അതെ, ടാക്സ് ഇൻവോയ്സ്. ബില്ല് തന്നെ ടാക്സ് ഇൻവോയ്സ് എന്നാ പറയാ. അപ്പൊ ഈ ടാക്സ് ഇല്ലാത്ത ഐറ്റം, ഇപ്പൊ ഒരാൾ രജിസ്റ്റർ ചെയ്തു, ഓക്കെ, അയാൾ ടാക്സ് ഇല്ലാത്ത ഒരു ഐറ്റം ആണ് നമുക്ക് തരുന്നതെങ്കിൽ അപ്പൊ അയാൾ എന്താ തരിക? ഈ ടാക്സ് ഇൻവോയ്സിന് പകരം. അപ്പൊ ടാക്സ് ഇൻവോയ്സ് തരുമോ? ഇല്ലല്ലോ. ടാക്സ് ഇല്ലാത്ത, ഐ മീൻ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗുഡ്സ് ആണ് അയാള് നമുക്ക് വിൽക്കുന്നതെന്ന് വിചാരിക്കുക. എക്സംപ്റ്റഡ്, ഓക്കെ, എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗുഡ്സ് ആണ് നമുക്ക് വിൽക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അയാൾ നമുക്ക് ടാക്സ് ഇൻവോയ്സ് തരുമോ? തരുമോ? ഏതാ? ടാക്സ് ഇൻവോയ്സ് ടാക്സബിൾ ഐറ്റം വിൽക്കുമ്പോഴല്ലേ കിട്ടുള്ളൂ. ചോദ്യം ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങളാണ് രജിസ്റ്റർ ചെയ്ത ആളെന്ന് വിചാരിക്കാം. നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുത്തു. നിങ്ങൾ ഈ പറഞ്ഞ 20 lakhന് മുകളിലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നൊക്കെ വിചാരിച്ചോ. ഓക്കെ, നിങ്ങൾ ടാക്സബിൾ ഗുഡ്സും വിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ എക്സംപ്റ്റ് ഗുഡ്സും വിൽക്കുന്നുണ്ട് എന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ, ഈ മൊബൈൽ ഫോൺ ടാക്സബിൾ ആണെങ്കിൽ നിങ്ങൾ ഇതും വിൽക്കുന്നുണ്ട്, പെൻ എക്സംപ്റ്റ് ആണെങ്കിൽ ഇതും വിൽക്കുന്നുണ്ട് എന്ന് വിചാരിച്ചോ. ഓക്കെ, എക്സാമ്പിൾ ആണ്. ഒന്ന് ടാക്സബിളും ഒന്ന് എക്സംപ്റ്റും, നിങ്ങൾ രണ്ടും വിൽക്കുന്നുണ്ട് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്പോ എന്താണ്? ടാക്സ് ഉള്ള ഐറ്റം വിൽക്കുമ്പോഴല്ലേ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം. പേരിൽ തന്നെ ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നില്ലേ? അപ്പൊ ടാക്സ് ഉള്ള ഐറ്റം വിൽക്കുമ്പോൾ ടാക്സ് ഇൻവോയ്സ്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ചായ ഒന്നും കുടിച്ചില്ല എല്ലാരും? എന്തോ ഒരു എനർജി ഇല്ലാത്ത? ഓക്കെ, അപ്പോ ഈ ടാക്സ് ഇല്ലാത്ത എക്സംപ്റ്റ് ഗുഡ്സ് ആണ് വിൽക്കുന്നതെങ്കിൽ അപ്പൊ അവിടെ ഒരു പ്രൂഫ് വേണ്ടേ നമുക്ക്? അതെന്തായിരിക്കും? ഒന്ന് ശരിയാണ്, ടാക്സ് ഇൻവോയ്സ് വേണം. ടാക്സ് ഇൻവോയ്സ് ഉണ്ടെങ്കിലേ അതിൽ ടാക്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ, അതിന് നമുക്ക് ITC കിട്ടുള്ളൂ. ഇനി ടാക്സ് ഇല്ലാത്ത ഒരു ഐറ്റം നമുക്ക് വിൽക്കുകയാണെങ്കിൽ അപ്പൊ അവിടെ ഇഷ്യൂ ചെയ്യുന്ന സാധനം ബിൽ ഓഫ് സപ്ലൈ ആണ്. ബിൽ ഓഫ് സപ്ലൈ, അതിൽ ടാക്സ് ഉണ്ടാവില്ല. ബിൽ ഓഫ് സപ്ലൈ ഓർക്കുക, നമുക്ക് ലാസ്റ്റ് പാഠത്തേക്ക് ആവശ്യമുള്ളതാണ്, ഞാൻ ഒപ്പം പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ കണ്ടീഷൻസിൽ ഒന്നെന്താണ്? നമ്മളെ കയ്യിൽ ടാക്സ് ഇൻവോയ്സ് വേണം. ഓക്കെ, ടാക്സ് ഇൻവോയ്സ് വേണം. യു മസ്റ്റ് ഹാവ് ടാക്സ് ഇൻവോയ്സ് ഓർ ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ കൂട്ടുന്ന ഐറ്റാണ്. ഓക്കെ, നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ ക്രെഡിറ്റ് നോട്ടും നമ്മൾ ഇന്നലെ പറഞ്ഞല്ലേ, ഡിസ്കൗണ്ടിന്റെ കേസും മറ്റേതും ഓർക്കുന്നുണ്ടല്ലോ?
ആരും ഒന്നും കേൾക്കുന്നില്ലേ? എടാ ഞാൻ പറയുന്ന ഓഡിബിൾ അല്ലേ? ബാക്കിയുള്ളവർക്ക് എവിടെ? ഓക്കെ, ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ഡിസ്കൗണ്ടിന്റെ കേസിൽ നമ്മൾ എന്താ ഇഷ്യൂ ചെയ്യാം? അപ്പൊ ഞാൻ നിങ്ങൾക്ക് 100 രൂപയുടെ ഒരു സാധനം തന്നു, അതെനിക്ക് 90 ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 രൂപ ഡിസ്കൗണ്ട് തരണം. അപ്പൊ ഞാൻ ഇഷ്യൂ ചെയ്യാ എന്താ? എന്താ? ക്രെഡിറ്റ് നോട്ട്. എന്താണ് ക്രെഡിറ്റ് നോട്ട്? ഡിസ്കൗണ്ട് വാല്യൂ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് നോട്ട്. അപ്പൊ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും? വാല്യൂ കൂട്ടാൻ വേണ്ടി സപ്ലയർ എന്തായിരിക്കും ഇഷ്യൂ ചെയ്യുക? ഡെബിറ്റ് നോട്ട് അല്ലെ? ഡെബിറ്റ് നോട്ട്. അപ്പൊ നമുക്ക്, ഞാനിപ്പോ നിങ്ങളുടെ കയ്യിൽ എ എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്ന് ബി ഒരു സാധനം വാങ്ങുമ്പോൾ അയാൾ എന്ത് ചെയ്തു? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. ഇൻവോയ്സ് വാല്യൂ 100 പ്ലസ് 18 രൂപ GST, ടോട്ടൽ 118 വിചാരിച്ചോ. ഇതിൽ നമുക്ക് ITC എത്രയാ കിട്ടുക? ITC എത്രയാ കിട്ടുക? ഇത് ഞാൻ ഫർദർ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഫർദർ സപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസ്സിനാണ് ഉപയോഗിക്കുന്നത്, ഞാൻ രജിസ്റ്റേർഡ് പേഴ്സണും ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, എത്രയാണ് നമുക്ക് ITC കിട്ടുക? ടാക്സ് എമൗണ്ട് അല്ലേ? എന്താടോ ഡൗട്ട് ഉണ്ടോ? 18 അല്ലേ? എന്നത്തെ ഒരു ആക്റ്റീവ്നെസ് അല്ലല്ലോ നിങ്ങൾക്ക്? എന്ത് പറ്റി? ആരും അത്ര ആക്റ്റീവ് അല്ലല്ലോ, ഭയങ്കര എനർജറ്റിക് ആയിരുന്നല്ലോ നിങ്ങൾ. എന്ത് പറ്റി? ഓക്കെ, ഇന്ന് ഫുള്ള് ക്ലാസ് ആയിരുന്നു അല്ലേ? എക്സാം എടുത്തില്ലേ, പോർഷൻസ് തീരണ്ടേ, അതായിരിക്കും. നമുക്ക് പെട്ടെന്ന് ഇപ്പൊ പാസ്സായിട്ട് അടുത്ത സ്റ്റേജിലോട്ട് പോകാനുള്ളതല്ലേ, ക്ലാസ് അറ്റൻഡ് ചെയ്യാന്നെ. ഇപ്പൊ നമ്മൾ നോർമൽ ക്ലാസ് ആണെങ്കിൽ എത്ര സമയം ഇരിക്കാറുണ്ട് നോർമലി കോളേജിൽ പോവാണെങ്കിൽ? ഓൺലൈൻ ആയതുകൊണ്ട് ആകെ ഈ 2 മണിക്കൂർ അല്ലേ? അത്രേ ഉള്ളൂ. 1 മണിക്കൂർ, 2 മണിക്കൂർ, 1.5 മണിക്കൂർ, ഇങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. നമ്മളൊന്ന് വേണമെന്ന് വിചാരിച്ചിരുന്നാ മതി, അല്ല ശരിയാവും. 25-ാം തീയതി എക്സാം അല്ലേ? കൂളായി പോവാ, എഴുതുക, പാസ്സാവുക, അടുത്ത സ്റ്റേജ് പോവാ, ഇന്റർ പാസ്സാവുക, ഫൈനൽ പാസ്സാവുക, CMA ആവുക, അത്രേ ഉള്ളൂ. എന്നിട്ട് എവിടെയെങ്കിലും നല്ല ജോലിക്ക് കയറുക. പെട്ടെന്ന് 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 പാസ്സാവുക, എന്നിട്ട് യങ് ഏജിൽ തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ട് നല്ലൊരു ജോലിയൊക്കെ നേടുക. ഓക്കെ, ഇനി വേണമെങ്കിൽ PhD എന്ത് ചെയ്യാം? വേണമെങ്കിൽ PhD ഒക്കെ എന്ത് ചെയ്യാം? PhD ഒക്കെ ചെയ്യാം, PhD ഇൻ കൊമേഴ്സ്. ഓക്കെ, നമ്മൾ CMA കഴിഞ്ഞു കഴിഞ്ഞാൽ PG റെക്കഗ്നിഷൻ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യും? ഡയറക്റ്റ് PhD ചെയ്യാൻ പറ്റും, കൊമേഴ്സ്. ഓക്കെ, അങ്ങനെ നമുക്ക് അഡീഷണൽ ക്വാളിഫിക്കേഷൻ. പിന്നെ CMA കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? US CMA കിട്ടും. പിന്നെ CIMAക്ക് എക്സംഷൻ ഉണ്ട്, CS-ന് എക്സംഷൻ ഉണ്ട്, അവിടുന്ന് ഇങ്ങോട്ടും ഉണ്ട്, ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട്, അങ്ങനെ കുറെ എക്സംഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് ആലോചിക്കാം. ആദ്യം നമ്മൾ എടുത്ത കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് ആലോചിക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒന്ന് ഉഷാറായ? എന്താ അവസ്ഥ? റെഡിയാണോ? ഓക്കെ,
അപ്പൊ ഇനി പറയുന്ന റിപ്ലൈ കേട്ടാ. ഇനി എന്താ, ഇനി നമുക്കുള്ളത് ആദ്യം ഞാൻ എന്ത് പറഞ്ഞു, എനിക്ക് ITC കിട്ടണമെങ്കിൽ, ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, എനിക്ക് ITC കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആദ്യം ഞാൻ സാധനം വാങ്ങിയിട്ടുണ്ടാവണം ഒന്ന്, അല്ലെ? വാങ്ങിയ സാധനത്തിന് അടച്ച ടാക്സ് ആണല്ലോ നമുക്ക് കിട്ടുക. രണ്ടാമത് എന്താ, ബിസിനസ്സിന് അത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് പിന്നീട് വിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് പർപ്പസിനായിരിക്കണം അത് ഉപയോഗിച്ചിട്ടുണ്ടാവേണ്ടത്, ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. അപ്പൊ ഞാൻ ഈ വാങ്ങിയതിന്റെ എന്റെ കയ്യിലുള്ള പ്രൂഫ് എന്താ, ഒന്നുകിൽ ഇൻവോയ്സ്, ഇപ്പൊ ഞാൻ പറഞ്ഞ കേസിൽ 100+18, ഈ 18 രൂപയാണല്ലോ എന്റെ GST, ഞാൻ അടച്ച GST. ഇനി ഞാൻ മറിച്ച് വിൽക്കുമ്പോൾ ഉള്ളതാണ് ഞാൻ അടയ്ക്കേണ്ട GST. അപ്പൊ അതിൽ നിന്നും ഇത് കുറയ്ക്കുകയാണല്ലോ ചെയ്യാം. ഓർമ്മ ഉണ്ടല്ലോ നമ്മളുടെ ITC കൺസെപ്റ്റ് ഒക്കെ. അപ്പോ ഈ 118 ഉള്ള സാധനത്തിൽ എനിക്ക് വാല്യൂ കൂട്ടണം എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എന്താ ഇഷ്യൂ ചെയ്യുക, ഡെബിറ്റ് നോട്ട്. അപ്പൊ അതിന് മുകളിലും എനിക്ക് ITC കിട്ടുമല്ലോ. അപ്പൊ ഇതിൽ ഞാനൊരു 10 രൂപയും കൂടെ ആഡ് ചെയ്യാന്ന് വിചാരിക്കും. ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ആണ്, ABക്ക് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ആണ്, 10 രൂപ ആഡ് ചെയ്യാണ്, പ്ലസ് 1.8 GST. ഓക്കെ, അപ്പൊ ഈ 1.8നും എനിക്ക് എന്ത് കിട്ടും, ITC കിട്ടും. അപ്പൊ ഇൻവോയ്സോ ഡെബിറ്റ് നോട്ടോ അങ്ങനെ എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, ഒന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഫേക്ക് ഇൻവോയ്സസ് ഒക്കെ നമുക്ക് വെറുതെ ജനറേറ്റ് ചെയ്യാം. ഇപ്പൊ എനിക്ക് നിങ്ങൾക്ക് ITC തരണമെങ്കിൽ ഞാൻ വെറുതെ ITC എന്താ പറയാ, ഒരു ബില്ല് ഇങ്ങനെ തന്നാ പോരെ, നിങ്ങൾ ആക്ച്വലി വാങ്ങാതെ ഡയറക്റ്റ് തന്നാ പോരെ. അപ്പൊ അങ്ങനെ പറ്റില്ല. നിങ്ങൾക്ക് ITC കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആക്ച്വലി ആ ഗുഡ്സ് റിസീവ് ചെയ്തിരിക്കണം, ഗുഡ്സോ സർവീസോ റിസീവ് ചെയ്തിരിക്കണം. ഓക്കെ, കേട്ടോ? ഇനി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് 3 മാസം, എന്ത് 3 മാസത്തിനുള്ളിൽ പേയ്മെന്റ്, ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ സാധനം വാങ്ങി, ഓക്കെ, എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഈ ഫോൺ വാങ്ങി എന്ന് വിചാരിച്ചോ, നിങ്ങൾ ഈ ഫോണ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങി, ടോട്ടൽ 11,000 രൂപ നിങ്ങൾ എനിക്ക് തരണം. ഒരു 11,800 കടന്നോട്ടെ, ഓക്കെ, 18% GST. അപ്പോ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഫോൺ വാങ്ങി, 11,800 GST. അപ്പൊ നിങ്ങൾക്ക് അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ, GST അടക്കമുള്ള വാല്യൂ കേട്ടോ 11,800. അപ്പൊ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ അതിന്റെ പേയ്മെന്റ് എനിക്ക് തരണ്ടേ? ഞാനിത് ഗവൺമെന്റിലോട്ട് അടയ്ക്കണം, ഓക്കെ, ഞാനത് എന്റെ കയ്യിൽ നിന്ന് എടുത്ത് അടയ്ക്കാം, പക്ഷെ നിങ്ങൾ അത് എനിക്ക് തരണം എന്ന് കൂടെ എന്ത് പറയുന്നുണ്ട്, ഗവൺമെന്റ് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എനിക്ക് 3 മാസത്തിനുള്ളിൽ പേയ്മെന്റ് തന്നില്ല എങ്കിൽ, എങ്ങനെയാടാ, ഒരു സാധനം വാങ്ങി അതിന്റെ പൈസ 3 മാസത്തിനുള്ളിൽ കൊടുത്തിട്ടില്ല എങ്കിൽ എനിക്ക് അവിടെ ITC കിട്ടില്ല. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും, ഈ എമൗണ്ട് ITC ക്ലെയിം ചെയ്ത സാധനം തിരിച്ചടയ്ക്കണം. ITC ഞാൻ ഓൾറെഡി വാങ്ങിയപ്പോൾ എടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഈ സാധനം വാങ്ങുമ്പോൾ 11,800, 1,800 നിങ്ങൾ 10 രൂപ വാല്യൂ, 1,800 GST ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, 1,800 രൂപ ITC എടുത്തിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എനിക്ക് പേയ്മെന്റ് കറക്റ്റ് സമയം തന്നിട്ടില്ല എങ്കിൽ, പേയ്മെന്റ് കറക്റ്റ് സമയം തന്നിട്ടില്ല എങ്കിൽ എത്ര, എന്താണ് ഈ കറക്റ്റ് ടൈം, എത്ര സമയത്തിനുള്ളിൽ തരണടാ, എത്ര സമയത്തിനുള്ളിൽ തരണം? നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ പേയ്മെന്റ് തരണം? 3 മാസം. അപ്പൊ ഈ 3 മാസം ഓർക്കുക. ഓക്കെ, അങ്ങനെ 3 മാസത്തിനുള്ളിൽ പേയ്മെന്റ് തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഓൾറെഡി ക്ലെയിം ചെയ്ത ITC നിങ്ങൾ അത് തിരിച്ച് ഔട്ട്പുട്ട് ടാക്സ് അടച്ചോളണം. ഓക്കെ, അത് ആക്ച്വലി ക്ലെയിം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ തിരിച്ച് ഗവൺമെന്റിലോട്ട് അടച്ചോളണം. അതാണ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങി, ഓക്കെ, ഇതേ കേസ് തന്നെ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങി, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ കേസിൽ 11,800 ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ടല്ലോ. 1,800 എന്താ ടാക്സ്. ഇത് നിങ്ങൾക്ക് ITC കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ എമൗണ്ട് കളക്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ? 10,000 രൂപ കിട്ടേണ്ടടുത്ത് ഞാൻ 11,800 കളക്ട് ചെയ്തിട്ട് മൊത്തം എന്റെ പോക്കറ്റിലാക്കിയാൽ മതിയോ? അത് ഈ 1,800 എന്തെങ്കിലും ചെയ്യണം? എന്ത് ചെയ്യണം?
എന്ത് ചെയ്യണം? ആർക്കാ അടയ്ക്കേണ്ടത്? ഗവൺമെന്റിക്ക് അടയ്ക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ. നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ. ഗുഡ്. എത്രേ ഉള്ളൂ, ഒക്കെ സിമ്പിൾ ആണ്. എന്താണ്? അപ്പൊ ആക്ച്വലി ഇത് പേ ചെയ്തിരിക്കണം ഗവൺമെന്റിലോട്ട്. 4 എന്താ? നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. ആരാണോ ക്ലെയിം ചെയ്യുന്ന ആള് അയാളുടെ പർച്ചേസ് രേഖപ്പെടുത്തിയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ, ഫയൽ GST റിട്ടേൺ. ക്ലിയർ? ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ 4 കണ്ടീഷനാണ്. ഏതൊക്കെയാണ് 4 കണ്ടീഷൻ? ഉറപ്പിക്കാലോ, ഇനി നോക്കണ്ടല്ലോ, എല്ലാം ഓർമ്മ ഉണ്ടല്ലോ. ഇൻവോയ്സ് അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട്, പിന്നെ ഇൻവോയ്സ് അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട്, ആക്ച്വൽ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, പിന്നെ പേയ്മെന്റിന്റെ ഒരു കണ്ടീഷൻ അതിൽ പറയുന്നുണ്ട്. അതല്ലാതെ പിന്നെന്താ? റിട്ടേൺ. സപ്ലയർ എന്തെങ്കിലും ചെയ്യണോ? ബാക്കി 3 റെസിപ്പിയന്റ് ആണ് അല്ലെ? ഞാൻ ഇൻവോയ്സ് കയ്യിൽ വെക്കണം, സാധനം വാങ്ങണം, റിട്ടേൺ ഫയൽ ചെയ്യണം. സപ്ലയർ എന്ത് ചെയ്യണം? ടാക്സ് ഗവൺമെന്റിലോട്ട് അടക്കണം. ഇത്രയേ ഉള്ളൂ. കണ്ടീഷൻ കഴിഞ്ഞു. എല്ലാം നിങ്ങളാ പറഞ്ഞിട്ട്, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലേ, എല്ലാം നിങ്ങളാണ്. ഇനി എന്താണ്? ഞാൻ ഒരു സാധനം വാങ്ങിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇൻപുട്ടിനേക്കാൾ കൂടുതലാണ് ഔട്ട്പുട്ട് എങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? എന്റെ ടോട്ടൽ ഇൻപുട്ടിന് മുകളിലുള്ള GST 10 ലക്ഷം എന്ന് വിചാരിച്ചു. എന്റെ ഔട്ട്പുട്ട് ടാക്സ്, എന്റെ സെയിൽസിന് മുകളിൽ അല്ലെങ്കിൽ സർവീസ് സപ്ലൈയുടെ മുകളിൽ, ഔട്ട്വേർഡ് സപ്ലൈയുടെ മുകളിൽ എന്റെ ടോട്ടൽ ടാക്സ് വരുന്നത് 15 ലക്ഷം എന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ ഈ 5 ലക്ഷം എന്ത് ചെയ്യണം? 5 ലക്ഷം എന്ത് ചെയ്യണം? പർച്ചേസിന്റെ മുകളിൽ വന്ന ടാക്സ്, ഇൻവാർഡ് ടാക്സ് ലയബിലിറ്റി, ഇൻവാർഡ് ടാക്സ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്രയാണ്? 10 ലക്ഷമാണെന്ന് വിചാരിച്ചോ. നമ്മളുടെ ഔട്ട്വാർഡ് സപ്ലൈ 15 ലക്ഷമാണെന്ന് വിചാരിച്ചോ. അപ്പൊ 5 ലക്ഷം രൂപ കൂടുതലല്ലേ നമ്മളെ സെയിലിന്റെ മുകളിൽ, നമ്മളെ ഔട്ട്വാർഡ് സപ്ലൈയുടെ മുകളിൽ. അപ്പൊ ഇത് ആർക്ക് കിട്ടണം? ഗവൺമെന്റിന് കിട്ടണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ടേ? അതെ, അടച്ചോളണം. എത്ര അടയ്ക്കണം? ഈ പറഞ്ഞ ബാലൻസ് എത്രയാണോ അത് അടയ്ക്കണം അല്ലെ? ഇനി ഇതേ കേസ് 10 ലക്ഷം എന്റെ ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് 5 ലക്ഷമേ ഉള്ളൂ എന്ന് വിചാരിച്ചോ. അപ്പൊ എന്താ? അടയ്ക്കാനുള്ളത് 5 ലക്ഷം ഉള്ളൂ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് 10 ലക്ഷം ഉണ്ട്. അപ്പൊ എന്തായിരിക്കും? ഒന്നുകിൽ ഈ മാസത്തിൽ നിന്ന് അടുത്ത മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ ചെയ്യാം? റീഫണ്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, രണ്ടെണ്ണാളത്. ഒന്നുകിൽ നോക്കിക്കോ, മാർക്ക് ചെയ്തേക്കിട്ടോ. there is a possibility of unclaimed input tax credit. നമ്മൾ മൊത്തമായിട്ട് ക്ലെയിം ചെയ്യാത്ത സിറ്റുവേഷൻ വരാം. അപ്പൊ അങ്ങനെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് അല്ലെങ്കിൽ ക്ലെയിം റീഫണ്ട്. അപ്പൊ ഇൻപുട്ട് ഗ്രേറ്റർ ദാൻ ഔട്ട്പുട്ട്, അങ്ങനെയാണെങ്കിൽ എന്താ? ക്യാരി ഫോർവേഡ് ഓർ ക്ലെയിം റീഫണ്ട്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് ഗ്രേറ്റർ ദാൻ ഇൻപുട്ട് എന്ത് ചെയ്യും? ബാലൻസ് അടയ്ക്കും. അത്രേ ഉള്ളൂ. നമ്മളതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതിന് ഇൻട്രസ്റ്റ് ഒന്നും ഗവൺമെന്റ് തരില്ല. ഓക്കെ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതിനൊന്നും ഇൻട്രസ്റ്റ് ഒന്നും തരില്ല. റീഫണ്ടിന്റെ കേസിൽ നമുക്കൊരു ഇത് വരുന്നുണ്ട്, പറയാം. ഓക്കെ, ഇനി ഒരു കൊല്ലം ഇത് ആലോചിക്കട്ടോ. 1 ഇയർ, ഒരു കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു സാധനം വാങ്ങിയത് കഴിഞ്ഞ കൊല്ലം ജനുവരിയിലാണെന്ന് വിചാരിച്ചു. കഴിഞ്ഞ കൊല്ലം ജനുവരി 1 വിചാരിച്ചു.
അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ITC ഒന്നും കിട്ടില്ല. അപ്പൊ ഈ കൊല്ലം ഇനി എനിക്ക് അതിന്റെ മുകളിൽ ITC കിട്ടില്ല. ഓക്കെ, എന്താ പറഞ്ഞത്? പർച്ചേസ് ഇൻവോയ്സ് വിച്ച് ആർ മോർ ദാൻ 1 year old. ഒരു കൊല്ലത്തിന് പഴക്കമുള്ള പർച്ചേസ് ഇൻവോയ്സിനൊന്നും പിന്നെ നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പീരീഡ് എന്ന് മുതലാ കാൽക്കുലേറ്റ് ചെയ്യാം? ടാക്സ് ഇൻവോയ്സിന്റെ ഡേറ്റ് മുതൽ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി since GST is charged on both goods and services, input tax credit can be availed on both goods and services. അതിന്റെ ആവശ്യമില്ല. ദാ എക്സംപ്റ്റിനും നെഗറ്റീവ് ലിസ്റ്റിനും എന്ത് കിട്ടില്ല? ITC കിട്ടില്ല. എക്സംപ്റ്റിനും നെഗറ്റീവ് ലിസ്റ്റിനും ടാക്സ് ഉണ്ടോ? നമ്മൾ എക്സംപ്റ്റ് ഗുഡ്സ് നെഗറ്റീവ് ലിസ്റ്റിൽ പറഞ്ഞ സാധനം വാങ്ങുമ്പോൾ നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ടാവോ? ഉണ്ടാവോ? ഇല്ലല്ലോ. ഇനി ഞാൻ എക്സംപ്റ്റ് ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ടാക്സബിൾ ഗുഡ്സ് വാങ്ങിയെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ടാക്സബിൾ ഗുഡ്സ്, ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയട്ടെ. ഞാൻ എ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് വെച്ച് ബി എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. എ ടാക്സബിൾ ആയിരുന്നു, പ്രൊഡക്റ്റ് ആണ്. എ ടാക്സബിൾ ആയിരുന്നു, ബി എക്സംപ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോ ഇതിന് 5% ഉണ്ട്, ഇത് നില്ലാണല്ലോ. അപ്പൊ ഗവൺമെന്റ് നമുക്ക് ITC തരുമോ? നിങ്ങളാണ് ഗവൺമെന്റ് എന്ന് ആലോചിക്കുക. ഞാനിപ്പോ അനശ്വരയ്ക്ക് ഒരു 100 രൂപയുടെ സാധനം തരുന്നു. 100 രൂപയുടെ സാധനം തരുന്നു. 5% ടാക്സ് അടക്കം കളക്ട് ചെയ്തിട്ടാണ് അനശ്വരയ്ക്ക് വിറ്റത്. അപ്പൊ 5% ഗവൺമെന്റിന് ടാക്സ് കിട്ടി. ഇനി അനശ്വര അത് വെച്ച് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എക്സംപ്റ്റ് ആണെങ്കിൽ ഇപ്പൊ 150 രൂപ 150 രൂപയ്ക്ക് തന്നെയാണ് വിൽക്കുന്നത്. ടാക്സ് ഒന്നും ഗവൺമെന്റിലോട്ട് അടയ്ക്കുന്നില്ല. അതാണല്ലോ എക്സംപ്റ്റ് അല്ലെ? അപ്പൊ ഗവൺമെന്റ് അവിടെ ITC തരുമ്പോ നമുക്ക് അവിടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫെസിലിറ്റി തരികയാണെങ്കിൽ ഗവൺമെന്റിന് അവിടെ എന്തെങ്കിലും ടാക്സ് കിട്ടുമോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങി, ആ പ്രൊഡക്റ്റിന് ടാക്സ് ഉണ്ട്. അത് വെച്ചുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എക്സംപ്റ്റ് ആണെന്ന് വിചാരിച്ചോ. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ചകിരിയും കയർ പ്രൊഡക്റ്റും, ഓർമ്മണ്ടോ? ഇന്നലത്തെ കേസിൽ രണ്ടും ടാക്സബിൾ ആയിരുന്നു, ഒന്ന് മറ്റേതിനേക്കാൾ ടാക്സ് കുറവായിരുന്നു. ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ എക്സാമ്പിൾ ഇങ്ങനെയാണ് എടുത്തോ. ചകിരിക്ക് 5% ഉണ്ട്, വിൽക്കുമ്പോ 0%, കയറിന് 0 ആണെന്ന് വിചാരിച്ചോ, എക്സംപ്റ്റ് ആണെന്ന് വിചാരിച്ചോ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ചകിരി വാങ്ങുമ്പോൾ അവിടെ ആക്ച്വലി ഒരു ടാക്സ് കളക്ട് ചെയ്തു, അത് ഞാൻ ഗവൺമെന്റിലോട്ട് അടച്ചു. ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫെസിലിറ്റി തരികയാണെങ്കിൽ ഈ 5% തിരിച്ചു തരുന്നതിന് തുല്യമല്ലേ? ഗവൺമെന്റിന് ഫൈനൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടോ? ഇവിടെ 0% സാധനം വിൽക്കുമ്പോൾ എന്തെങ്കിലും ടാക്സ് ഗവൺമെന്റിന് കിട്ടുമോ? എക്സംപ്റ്റ് ആകുമ്പോൾ ടാക്സ് ഗവൺമെന്റിന് കിട്ടുമോ? അപ്പൊ ഗവൺമെന്റ് അവിടെ ITC നമുക്ക് തരുമോ? തരുമോ? അപ്പൊ ഇൻവാർഡ് സപ്ലൈ ഔട്ട്വാർഡ് സപ്ലൈ ടാക്സബിൾ ആണെങ്കിലേ നമുക്ക് എന്ത് തരുള്ളൂ? ഇൻവാർഡ് സപ്ലൈയുടെ മുകളിൽ ടാക്സ് തരുള്ളൂ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തരുള്ളൂ. അത്രയും മനസ്സിലാക്കുക, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണോ? കൺസെപ്റ്റ് ഓക്കെ അല്ലേ? റെഡി? ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സിന്റെ മുകളിലും കിട്ടും, ക്യാപിറ്റൽ ഗുഡ്സിനും കിട്ടും, ഇൻപുട്സ് എല്ലാത്തിനും കിട്ടും. ക്യാപിറ്റൽ ഗുഡ്സിനും നമുക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. ഇനി ഞാൻ പേഴ്സണൽ പർപ്പസിന് ഞാനൊരു വണ്ടി വാങ്ങി, സ്വന്തം ഉപയോഗത്തിന്, വീട്ടിൽ ഉപയോഗിക്കാൻ, എനിക്ക് ITC കിട്ടുമോ? കിട്ടുമോ? തരുമോ? അവിടെ ഫർദർ സപ്ലൈ നടക്കുന്നുണ്ടോ? ഫർദറൻസ് ഓഫ് ബിസിനസ് ആണോ? ബിസിനസ് പർപ്പസ് ആണോ? പേഴ്സണൽ പർപ്പസ് അല്ലേ?
അപ്പൊ പേഴ്സണൽ യൂസിന് ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ഓക്കെ, ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെപ്റ്റംബർ, ഇപ്പോ നമ്മളെ ഒരു ഫിനാൻഷ്യൽ ഇയർ എങ്ങനെയാ പറയാ, ഏപ്രിൽ ടു മാർച്ച് അല്ലെ, ആണല്ലോ, ഏപ്രിൽ ടു മാർച്ച് അല്ലെ, കലണ്ടർ ഇയർ അല്ല. നമ്മൾ നോർമലി ടാക്സ് ഒക്കെ നോക്കുന്നത് ഏപ്രിൽ ടു മാർച്ച് ആണ്. അപ്പൊ മാർച്ച് മാസം കഴിഞ്ഞാൽ ഈ കൊല്ലത്തെ റിട്ടേൺ ചെയ്യേണ്ട, ഈ കൊല്ലത്തെ ITC ക്ലെയിം ചെയ്യേണ്ട അവസാന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൊല്ലത്തുള്ള ഏതെങ്കിലും ഇൻവോയ്സിന് ITC ക്ലെയിം ചെയ്യേണ്ട അവസാന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? അടുത്ത കൊല്ലം സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയം. ഓക്കെ, അടുത്ത കൊല്ലം സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയലിംഗ് ഡേറ്റ് ഓർ ആനുവൽ റിട്ടേൺ ഡേറ്റ്. ആനുവലി നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണമല്ലോ. ഗവൺമെന്റിന് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങി, നമ്മൾ ഈ സാധനങ്ങളൊക്കെ വിറ്റു എന്ന് ഗവൺമെന്റിന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് റിട്ടേൺ. ഓൾറെഡി പറഞ്ഞല്ലോ അല്ലെ. അപ്പോ നമ്മൾ ഈ കൊല്ലത്തെ ഏതെങ്കിലും ഒരു ടാക്സ് ഇൻവോയ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പെൻഡിങ് ഉണ്ടെങ്കിൽ അടുത്ത മാസം, അടുത്ത കൊല്ലം സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതാണ് എന്ത്, നമ്മളെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ക്ലെയിം ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത്. ആനുവൽ റിട്ടേൺ നോർമലി ഡിസംബർ 31 ആണ് ഡേറ്റ് കേട്ടോ, ഡിസംബർ 31. ഓക്കെ, അപ്പൊ ഡിസംബർ 31 ആണോ ഇത്, നമുക്ക് ഡിസംബർ 31 ഡ്യൂ ഡേറ്റ് ആണ്, അതിന് മുമ്പേ ചെയ്തൂടെ? അടുത്ത കൊല്ലം എപ്പോ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അത് നമുക്ക് റിട്ടേൺ വരുമ്പോൾ പറയാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ ക്ലെയിം ചെയ്യണമെങ്കിൽ സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ദിവസമോ ആനുവൽ റിട്ടേൺ ദിവസമോ ഏതാണോ ആദ്യം അത്. ഓക്കെ, ഇനിയിപ്പോ പറഞ്ഞില്ലേ നെഗറ്റീവ് ലിസ്റ്റ്, നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാത്ത ഐറ്റംസ് അത് എന്തൊക്കെയാന്നുള്ളതാ. എന്തൊക്കെയാണ്, എന്തിനൊക്കെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല? മോട്ടോർ വെഹിക്കിൾ ആൻഡ് അതർ കൺവെയൻസസ്. ഏത്? വണ്ടിയില്ലേ, വണ്ടി, കാറ്, കാറ്, സ്കൂട്ടർ, ഓട്ടോറിക്ഷ, ഇതൊക്കെ അല്ലേ? അത് എന്തിനു ഉപയോഗിക്കുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് ITC കിട്ടുക? എന്തിനുപയോഗിക്കുമ്പോഴായിരിക്കും? ബിസിനസ്സിന്. അപ്പൊ കാറൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ബിസിനസ് ഉള്ളത്? നിങ്ങൾക്ക് അറിയാവുന്ന ബിസിനസ് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്, റെന്റിന് അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ക്യാബുമാരി ഓടുന്നത്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്. പിന്നെ എല്ലാം കണക്ട് ചെയ്ത് പറയും, അതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് പെട്ടല്ലോ, സർവീസിൽ പെടും. പിന്നെ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ അത് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ വണ്ടി വാങ്ങി വിൽക്കുമ്പോ അത് ബിസിനസ് ആണോ? വണ്ടി വാങ്ങി വിൽക്കുമ്പോ അത് ബിസിനസ് ആണോ? അല്ലേ? അപ്പോ ഫർദർ സപ്ലൈ ഓഫ് സച്ച് വെഹിക്കിൾ ഓർ കൺവെയൻസ്, എന്താ പറഞ്ഞത്? ഞാൻ വാങ്ങുന്ന സാധനം വിൽക്കാൻ വേണ്ടി വാങ്ങുകയാണെങ്കിൽ അത് ബിസിനസ് ആണല്ലോ, അപ്പൊ എനിക്ക് ITC കിട്ടുമല്ലോ, പേഴ്സണൽ പർപ്പസ് അല്ലല്ലോ. മനസ്സിലായോ? ആ സാധനം വാങ്ങുന്നത് വിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് അവിടെ ITC കിട്ടും. ഫർദർ സപ്ലൈ ഓഫ് സച്ച് വെഹിക്കിളിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് അവിടെ ITC കിട്ടും. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്, ടാക്സി ആയിട്ടും അങ്ങനത്തെ സർവീസസ്. ഓക്കെ, പിന്നെ ഡ്രൈവിംഗ് സ്കൂളില്ലേ, ഡ്രൈവിംഗ് സ്കൂള്, ആവിയേഷൻ അക്കാഡമി,
അല്ലേ? ഫ്ലൈയിങ് സ്കൂള് എല്ലാം അല്ലേ? അതും ബിസിനസ് അല്ലേ? ഓക്കെ. ഇനി ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണെങ്കിലോ? നമ്മൾ ഈ കൊറിയർ അയക്കുന്നതൊക്കെ ഇല്ലേ? കൊറിയർ, പിന്നെ ലോറിയിൽ കുറെ സാധനം ഒരുമിച്ച് കയറ്റി വിടുക, ഇതിനൊക്കെ ചാർജ് ചെയ്യില്ലേ? മനസ്സിലായോ? അപ്പൊ മോട്ടോർ വെഹിക്കിൾ ആൻഡ് അതർ കൺവെൻസ് എന്തിനൊക്കെ ഉപയോഗിക്കുമ്പോൾ, ഒന്ന് ഫർദർ സപ്ലൈ, ആ സാധനം വീണ്ടും വിൽക്കാൻ. രണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്. മൂന്ന് ട്രെയിനിങ് ഓൺ ഡ്രൈവിംഗ്, ഫ്ലൈയിങ്, നാവിഗേറ്റിംഗ്. നാല് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. ഇത്രയും കേസിന് ബാക്കിയുള്ളതൊക്കെ പേഴ്സണൽ യൂസിന്റെ എഫക്റ്റ് അല്ലേ വരിക. നെഗറ്റീവ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറലി എന്താണ്, നമ്മളെ പേഴ്സണൽ യൂസ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ഇനി രണ്ടാമത്തെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, നെയിംലി ഭക്ഷണം, ഫുഡ് ആൻഡ് ബിവറേജ്. ITC കിട്ടുമോ? കിട്ടുമോ? പിന്നെ സപ്ലൈ നടക്കുമോ? പിന്നെ സപ്ലൈ നടക്കുമോ? നിങ്ങൾ ഫുഡ് വാങ്ങിക്കഴിഞ്ഞാൽ കഴിക്കുകയാണോ ചെയ്യുക, അതോ വീണ്ടും വിൽക്കുമോ? ഇത് തന്നെ ഒരു കാറ്ററിംഗ് യൂണിറ്റ് ആണ്, വേറെ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, ബിസിനസ് പർപ്പസിന് ഫർദർ സപ്ലൈക്ക് ആണെങ്കിൽ അവിടെ നമുക്ക് ITC തരാം അല്ലേ? അങ്ങനെ തന്നൂടെ? പ്രശ്നമുണ്ടോ? ഞാൻ ചെയ്യുന്നതും ഇതേ ബിസിനസ് ആണ്, അപ്പൊ ഞാൻ കണക്ട് ചെയ്തിട്ട് വിൽക്കുകയാണെങ്കിൽ ബിസിനസ് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനത്തെ കേസിൽ വേണമെങ്കിൽ എനിക്ക് ITC തരാം. അത് നമുക്കിപ്പോ പഠിക്കാനില്ല, ജനറൽ കേസേ നമുക്ക് പഠിക്കാനുള്ളൂ. ഫുഡും ബിവറേജും സാധാരണ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഫുഡ്, ബിവറേജ് അല്ലെങ്കിൽ കാറ്ററിംഗ് ഒക്കെ ഫൈനൽ കൺസ്യൂമർ ആയില്ലേ? പിന്നീട് അവിടെ വിൽക്കുന്നുണ്ടോ? പിന്നീട് അവിടെ സാപ്പിടലല്ലേ നടക്കുന്നുള്ളൂ, വിൽക്കുന്നുണ്ടോ? നമ്മളത് കഴിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ അതിന് ITC തരുമോ? തരുമോ? നിങ്ങളാണ് ഗവൺമെന്റ് എങ്കിൽ കൊടുക്കുമോ? അപ്പൊ അതാണ് അടുത്ത എന്ത് നെഗറ്റീവ് ലിസ്റ്റ് ഐറ്റം, ഫുഡ് ആൻഡ് ബിവറേജ്, ഔട്ട്ഡോർ കാറ്ററിംഗ്. പിന്നെ നമ്മൾ എഴുതില്ലേ, ക്ലബ്ബ്, ഹെൽത്ത് സെന്റർ, ഫിറ്റ്നസ് സെന്റർ, യോഗ, ജിമ്മ്, ക്ലബ്ബ്, ഇതൊക്കെ പിന്നീട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അവിടെ നമ്മൾ ആ സർവീസ് നൽകുമ്പോൾ ചാർജ് ചെയ്യുന്ന GST ഗവൺമെന്റിലോട്ട് അടച്ചോളണം. അവിടെ എന്താ, അവിടെ ITC ഒന്നും കിട്ടില്ല. യോഗ, ജിമ്മിനൊന്നും നമ്മൾ അടച്ച തുക ITC കിട്ടില്ല. മെയിൻലി ഫോർ പേഴ്സണൽ പർപ്പസ് അല്ലെ? നമ്മൾ പോയി നമ്മൾ ട്രെയിൻ ചെയ്യുന്നു, അവിടെ കഴിഞ്ഞു പരിപാടി. പിന്നെന്താ, റെന്റ് എ ക്യാബ്, ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്. വാടകയ്ക്ക് കൊടുക്കുന്നതും ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സും ഹെൽത്ത് ഇൻഷുറൻസ് ബിസിനസ്സും. ഈ കേസിൽ പറയുന്നുണ്ട്, നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാടകയ്ക്ക് കൊടുക്കലാണെങ്കിൽ മാത്രം നമുക്ക് അവിടെ എന്ത് കിട്ടും? ITC കിട്ടും എന്ന് പറയുന്നുണ്ട്. ജനറലി വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അവിടെ ITC കിട്ടില്ല. ഓക്കെ. നമ്മൾ വാടകയ്ക്ക് വണ്ടി കൊടുക്കില്ലേ, ഇതിലൊരു എക്സംഷൻ ഉണ്ട്. നമ്മൾ ഇത്രയും പഠിച്ചാൽ മതി. റെന്റ് എ ക്യാബ് ആണെങ്കിൽ അതിന് എന്ത് കിട്ടില്ല? ITC കിട്ടില്ല. അടുത്തത് ട്രാവൽ ബെനിഫിറ്റ്. എംപ്ലോയീസിന് വെക്കേഷന് എംപ്ലോയി ട്രാവൽ ബെനിഫിറ്റ് എന്തെങ്കിലും തരികയാണെങ്കിൽ അതിനും ITC കിട്ടില്ല. ഓക്കെ. ഈ സാധനത്തിൽ ഏതെങ്കിലും ഓപ്ഷൻ തന്നിട്ട് ഏതിനാണ് ITC കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം. ഇത് ജസ്റ്റ് കണ്ടാൽ മനസ്സിലായാൽ മതി. മോട്ടോർ വെഹിക്കിള്, ഫുഡ് ആൻഡ് ബിവറേജ്, ഔട്ട്ഡോർ കാറ്ററിംഗ്, ജിമ്മ്, യോഗ, അങ്ങനത്തെ ക്ലബ്ബ്, അങ്ങനത്തെ ഐറ്റം, റെന്റ് എ ക്യാബ്, ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ ട്രാവൽ ബെനിഫിറ്റ് ടു എംപ്ലോയി, വെക്കേഷന് എംപ്ലോയീസിന് കൊടുക്കുന്ന ട്രാവൽ ബെനിഫിറ്റ്സ്. ഈ സാധനങ്ങൾക്കൊന്നും ITC കിട്ടില്ല. ഇനി എന്താ, വർക്ക് കോൺട്രാക്ട് സർവീസ്. നമ്മൾ ഈ കെട്ടിടം നിർമ്മിച്ചു കൊടുക്കുക, റോഡ് നിർമ്മിച്ചു കൊടുക്കുക, അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ, അതാണ് ഈ വർക്ക് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേട്ടിട്ടുണ്ടോ? കോൺട്രാക്റ്റിന് എടുക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അപ്പൊ ഞാനൊരു വർക്ക് കോൺട്രാക്ട് സർവീസ് ചെയ്യുന്ന ആളാന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ വേറൊരാളെ കൊണ്ട് വർക്ക് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്റെ ബിസിനസ് ആയി അല്ലെ?
ഇപ്പൊ നിങ്ങൾ എന്നെ ഒരു വർക്ക് ഏൽപ്പിച്ചു, ഞാൻ അത് ചെയ്യാൻ വേണ്ടി വേറൊരാളുടെ കയ്യിൽ നിന്ന് ഞാനും ഇതേ സർവീസ് സ്വീകരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നത് എന്റെ ബിസിനസ് അല്ലേ? അല്ലേ? നിങ്ങൾ, ഞാൻ പ്ലസ് ഞാൻ വർക്ക് ചെയ്യിപ്പിക്കുന്ന ആള്, അപ്പൊ എനിക്ക് ITC കിട്ടും. പക്ഷേ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വർക്ക് കോൺട്രാക്ട് സ്വീകരിക്കുമ്പോൾ അവിടെ ഫൈനൽ കൺസ്യൂമർ ആരാ? ആരാ? നിങ്ങളല്ലേ? നിങ്ങൾക്കൊരു വീട് ഉണ്ടാക്കണം. ഓക്കെ, നിങ്ങൾക്കൊരു വീട് ഉണ്ടാക്കണം, സ്വന്തമായ പ്രോപ്പർട്ടി അല്ലെ? സ്വന്തം പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു വീടോ മെഷീനറി ആണോ? നിങ്ങൾക്കൊരു വീട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചോ? വീട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചോ? അപ്പോ അതിനു വേണ്ടി എന്നെ ഒരു സർവീസ് ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാനാണ് ആ വീട് ഉണ്ടാക്കി തരേണ്ട ആളെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആകെ ചാർജ് ചെയ്യുന്നത് ഒരു 25 ലക്ഷം എന്ന് വിചാരിച്ചോ, ഇൻക്ലൂഡിങ് GST. അപ്പൊ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുമോ? നിങ്ങൾ ആ വീട് വിൽക്കുന്നുണ്ടോ? സ്വന്തം പ്രോപ്പർട്ടി അല്ലേ? ITC കിട്ടില്ലല്ലോ. അതാണ് അടുത്ത ബ്ലോക്കിൽ. ഓക്കെ, അത് ഒരു മെഷീനറിക്ക് വേണ്ടിയാണെങ്കിൽ മാത്രം, പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് മാത്രം വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് കിട്ടും? നമുക്കവിടെ ITC കിട്ടും. അത് നമുക്ക് പറയാം. അപ്പോ വർക്ക്സ് കോൺട്രാക്ട് സർവീസ് വെൻ സപ്ലൈഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓൺ ഹിസ് ഓൺ അക്കൗണ്ട്, സ്വന്തം. ഓക്കെ, ഇനി നേരത്തെ ഞാൻ പറഞ്ഞ കേസാണ് എക്സെപ്റ്റ് വേർ ഇൻപുട്ട് സർവീസ് ഫോർ ഫർദർ സപ്ലൈ ഓഫ് വർക്ക്സ് കോൺട്രാക്ട്. എന്ത്? നിങ്ങൾ എന്നെ ഒരു പണി ഏൽപ്പിച്ചു, ഞാൻ അടുത്ത ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചു, അപ്പൊ അത് എന്റെ ബിസിനസ് ആണ്. അപ്പൊ ഞാൻ അത് ഫർദർ സപ്ലൈക്ക് വേണ്ടി റിസീവ് ചെയ്തതാണെങ്കിൽ എന്നെ സംബന്ധിച്ച് അവിടെ ITC കിട്ടും, നിങ്ങളെ സംബന്ധിച്ച് അവിടെ ITC കിട്ടില്ല. ക്ലിയർ ആണല്ലോ? ഇനി ഗുഡ്സ് ഓർ സർവീസസ് റിസീവ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ. എന്ത്? ഇതേമാതിരി നമ്മൾ ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, സ്വന്തമായ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഗുഡ്സും സർവീസും വാങ്ങി, ഗുഡ്സും സർവീസും സ്വീകരിച്ചു. വർക്ക്സ് കോൺട്രാക്ട് അല്ല, മറ്റു ഗുഡ്സും സർവീസും. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ ITC കിട്ടില്ല. എക്സെപ്റ്റ് എപ്പോ? പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് മാത്രം, പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എന്ത് കിട്ടും? നമ്മൾ ഗുഡ്സും സർവീസും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് കിട്ടും? ITC കിട്ടും. അപ്പൊ പ്ലാന്റ് ആൻഡ് മെഷീനറി, നമ്മളെ മെഷീനറി അല്ലാത്ത എന്തൊരു ഐറ്റം സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു വർക്ക്സ് കോൺട്രാക്ട് കൊടുത്താലും ഗുഡ്സോ സർവീസോ വാങ്ങിക്കഴിഞ്ഞാലും നമുക്ക് എന്താണ്? അവിടെ ബിസിനസ് വരുന്നില്ലല്ലോ. അപ്പോ ITC കിട്ടില്ല. അപ്പൊ 4 എണ്ണം. 1 മോട്ടോർ വെഹിക്കിള്, 2 ഫുഡ് ആൻഡ് ബിവറേജ്, മറ്റേ ക്ലബ്ബ്, റെന്റ് എ ക്യാബ്, ട്രാവൽ ബെനിഫിറ്റ്. അത് 3, 3ഉം 4ഉം കണക്റ്റഡ് ആണ്. വർക്ക്സ് കോൺട്രാക്റ്റും ഗുഡ്സും സർവീസും. അത് പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ITC കിട്ടും, ഫർദർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണെങ്കിലും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല, എനിക്ക് ITC കിട്ടുമോ? ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഞാൻ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട്, എനിക്ക് ITC കിട്ടുമോ? ക്ലിയർ അല്ലേ? ഞാൻ സാധനങ്ങൾ വാങ്ങി, ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഞാൻ രജിസ്റ്റർ ചെയ്യാത്ത ഒരാൾക്ക് ITC കിട്ടുമോ? രജിസ്റ്റർ ചെയ്യാത്ത ഒരാൾ വിൽക്കുമ്പോൾ ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റിലോട്ട് അടയ്ക്കുമോ? എന്നാൽ മാത്രമല്ലേ ഗവൺമെന്റ് നമുക്ക് ITC തരുള്ളൂ. അപ്പൊ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ITC ഇല്ല. 1. 2 ഏതാ? കോമ്പോസിഷൻ സ്കീം നമ്മൾ പഠിച്ചില്ലേ? നമ്മൾ മൊത്തം ടേൺ ഓവറിന്റെ മുകളിൽ ഒരു ടാക്സ് എമൗണ്ട് അങ്ങ് അടച്ചാൽ മതി, അവിടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ഓക്കെ, കോമ്പോസിഷൻ സ്കീം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. അപ്പൊ ഒരു കേസ് ഏതാ? രജിസ്റ്റർ ചെയ്യാത്തത്. 2
രജിസ്റ്റർ ചെയ്തു, കോമ്പോസിഷൻ സ്കീമായിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. ഇനി എപ്പോഴായിരിക്കും ITC കിട്ടാത്തത്? നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് എന്താ? ഞാൻ ടാക്സ് ഉള്ള ഗുഡ്സ് വാങ്ങി, ഒരു കേസിലും കൂടെ എനിക്ക് ITC കിട്ടില്ലല്ലോ. ഏതാടാ? പേഴ്സണൽ പർപ്പസ് പിന്നെ കിട്ടേയില്ല. ഓക്കെ, നെഗറ്റീവ് ലിസ്റ്റും പിന്നെ നെഗറ്റീവ് ലിസ്റ്റും ഒന്നും കൂടെ അല്ലേ? എക്സംപ്റ്റ് അല്ലെ? എക്സംപ്റ്റഡും നെഗറ്റീവ് ലിസ്റ്റിലുള്ള സാധനങ്ങളാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, പേഴ്സണൽ പർപ്പസ് നമുക്ക് കിട്ടേയില്ല. ഓക്കെ, ഇനി ഞാൻ സ്വന്തം പേഴ്സണൽ പർപ്പസിന് ഉപയോഗിച്ചതല്ല ഈ സാധനം, ബിസിനസിന് വേണ്ടി തന്നെ ഉപയോഗിച്ചതാന്ന് വിചാരിച്ചോ. പക്ഷെ ഇത് വിൽക്കുമ്പോൾ ഇതിന് ടാക്സ് ഇല്ലായിരുന്നു. വിൽക്കുമ്പോൾ ഇതിന് ടാക്സ് ഇല്ല, ഇത് നെഗറ്റീവ് ലിസ്റ്റിൽ പെട്ട സാധനമാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാങ്ങിയതിനൊന്നും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ഓക്കെ, കിട്ടില്ല. അപ്പൊ 3 കേസിൽ എനിക്ക് കിട്ടില്ല. അപ്പൊ ഞാൻ രജിസ്റ്റർ ചെയ്യാത്ത ഒരാള് രജിസ്റ്റർ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കിലുള്ള ടാക്സ് ഒക്കെ ശരിക്കും എനിക്ക് കിട്ടണോ വേണ്ടേ? നിങ്ങൾ കുറെ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ടെന്ന് വിചാരിച്ചോ. നിങ്ങൾ ഓൾറെഡി ടാക്സ് അടച്ചിട്ടാ വാങ്ങിയത്. നിങ്ങൾ ഈ പറഞ്ഞ ലിമിറ്റ് കഴിഞ്ഞു, 20 ലക്ഷം 10 ലക്ഷം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 20 ലക്ഷം 10 ലക്ഷം ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഇനി മുതൽ എന്ത് ചെയ്യും? നിങ്ങൾ ടാക്സ് കളക്ട് ചെയ്യും അല്ലെ? ഇനി മുതൽ നിങ്ങൾ ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റിലോട്ട് അടയ്ക്കുമല്ലോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്കിലുള്ള ഗുഡ്സ് ഉണ്ടല്ലോ, നിങ്ങൾ ഓൾറെഡി വാങ്ങി വെച്ചത്, രജിസ്ട്രേഷന് മുമ്പ് വാങ്ങി വെച്ച ഗുഡ്സ്, അത് ഇനി നിങ്ങൾ വിൽക്കുമ്പോൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓൾറെഡി അടച്ച ടാക്സ്, ഈ സാധനത്തിന് അടച്ച ടാക്സ് നിങ്ങൾക്ക് തിരിച്ചു തരണോ വേണ്ടേ? കറക്റ്റായിട്ട് ആലോചിക്കട്ടോ. എന്റെ കയ്യിൽ ഒരു 10,000 രൂപ GST അടച്ച ഗുഡ്സ് സ്റ്റോക്ക് ഉണ്ട്. ഇത് ഞാൻ വിൽക്കുമ്പോൾ ടാക്സ് ഒന്നും ഗവൺമെന്റിന് കിട്ടിയിരുന്നില്ല. ഇനി ഞാൻ വിൽക്കുമ്പോൾ ഇതിന് 15,000 ഗവൺമെന്റിലോട്ട് അടയ്ക്കണം. ഓക്കെ, അപ്പോ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, ബിസിനസ് ആണെങ്കിൽ എനിക്ക് ITC കിട്ടുമല്ലോ. ആക്ച്വലി രജിസ്റ്റേർഡ് ആയിരുന്നെങ്കിൽ കിട്ടുമല്ലോ. 15,000 മൈനസ് 10,000, 5,000 നമ്മൾ അടച്ചാൽ പോരെ? അപ്പൊ ആക്ച്വലി ഞാൻ രജിസ്റ്റേർഡ് ചെയ്യാത്ത ഒരാൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കിന് എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തരണോ വേണ്ടേ? നിങ്ങളാണ് ഗവൺമെന്റ് എങ്കിൽ തരുമോ ഇല്ലേ? നിങ്ങൾക്ക് ഓൾറെഡി 15,000-ലെ 10,000 കിട്ടിയില്ലേ? എടാ, ആരാണോ ഫൈനൽ കൺസ്യൂമർ അല്ലെ, അയാൾക്കാണല്ലോ ടാക്സ് ലയബിലിറ്റി, ടാക്സബിൾ പ്രോഡക്റ്റിന്റെ. അപ്പോ ആദ്യത്തെ കേസിൽ എനിക്ക് ഗവൺമെന്റിന് പിന്നീട് ടാക്സ് ഒന്നും കിട്ടിയിരുന്നില്ല. ആ 10 കിട്ടി, പിന്നെ അങ്ങോട്ട് ഈ പറഞ്ഞ 15 കിട്ടാനില്ല. ഈ കേസിൽ എങ്ങനെയാ? 10 കിട്ടി, 15 മൊത്തം കിട്ടണം. ഫൈനൽ കൺസംഷന്റെ മുകളിൽ 15,000 രൂപ എനിക്ക് മൊത്തം GST കിട്ടണം. 10,000 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ബാക്കി 5 അടച്ചാൽ മതി എന്നല്ലേ പറയാ? ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ ഞാൻ രജിസ്റ്റർ ചെയ്യാത്ത ഒരാള് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് ഇനി മുതൽ ഞാൻ ടാക്സ് അടയ്ക്കുമല്ലോ. അപ്പൊ ഞാൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് എലിജിബിൾ ആണല്ലോ അല്ലെ? അപ്പൊ ഗവൺമെന്റ് എനിക്ക് തരുമല്ലോ. അതാണ് ഈ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ഇൻ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ആ സംഭവം ക്ലിയർ ആയില്ലേ? ഒന്നാമത്തെ സിറ്റുവേഷൻ, രജിസ്റ്റർ ചെയ്യാത്ത ഒരാൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കിന് മുകളിൽ എന്ത് കിട്ടും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. 1. 2, ഞാൻ കോമ്പോസിഷൻ സ്കീം രജിസ്റ്റർ ചെയ്ത ആളായിരുന്നു. 1.5 കോടിയുടെ താഴെ, ഓർമ്മണ്ട? കോമ്പോസിഷൻ സ്കീമിന്റെ ലിമിറ്റ് 1.5 കോടി. അപ്പൊ 1.5 കോടിയുടെ താഴെയുള്ള ആളായിരുന്നു. എനിക്ക് കോമ്പോസിഷൻ സ്കീം വേണമെങ്കിൽ ഒപ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഒപ്റ്റ് ചെയ്തിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണം? അത് ഒപ്റ്റ് ഔട്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോർമൽ ടാക്സബിൾ പേഴ്സൺ ആവുകയാണ്. അപ്പൊ എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ എലിജിബിലിറ്റി ആവില്ലേ? ഞാൻ എലിജിബിൾ ആയില്ലേ?
ആയല്ലോ. അപ്പൊ എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തരണ്ടേ? രണ്ടാമത്തെ സിറ്റുവേഷൻ. ഇനി എന്താ? ഗവൺമെന്റ് ഈ പ്രോഡക്റ്റ് എക്സംപ്റ്റ് ആയിരുന്നു നോട്ടിഫൈ ചെയ്തിരുന്നത്. അപ്പൊ ഇത് വരെ ഞാൻ ഇതിനു വേണ്ടി വാങ്ങിയിരുന്ന സാധനമൊന്നും എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടിയിരുന്നില്ല. ഗവൺമെന്റ് പിന്നീട് ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞു, ഈ പ്രോഡക്റ്റിന് നിങ്ങൾ ഇനി മുതൽ 18% ടാക്സ് അടച്ചോളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സംപ്റ്റ് പ്രോഡക്റ്റ് ടാക്സബിൾ പ്രോഡക്റ്റ് ആയി മാറി. അപ്പൊ എനിക്ക് ഈ വാങ്ങിയതിനൊക്കെ ITC കിട്ടുമോ ഇല്ലയോ? എക്സംപ്റ്റ് പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിയ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് ITC കിട്ടില്ല, കാരണം ഗവൺമെന്റിന് ഇവിടുന്ന് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഇവിടെ നിർത്തി പരിപാടി. ഇനി ഈ എക്സംപ്റ്റ് സാധനം ടാക്സബിൾ ആയി. മനസ്സിലായോ? ഈ എക്സംപ്റ്റ് സാധനം ടാക്സബിൾ ആയി. അപ്പൊ ഇതിനു വേണ്ടി വന്ന ഇൻപുട്ട് മുഴുവൻ എന്താവും? എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുമോ ഇല്ലയോ ടാക്സബിൾ ആയി കഴിഞ്ഞാൽ? ഇതാണ് കേസസ്. ഇതാണ് ഈ അവൈലബിലിറ്റി എന്ന് പറഞ്ഞിട്ട് വലിയ സംഭവമായിട്ട് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ. റെഡി? ഇനി ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഞാൻ എൻ്റെ ടേൺ ഓവർ 20 ലക്ഷം എക്സീഡ് ചെയ്തു. ഞാൻ കേരളയാണ്. 20 ലക്ഷം എക്സീഡ് ചെയ്തു. ഞാൻ രജിസ്റ്റർ ചെയ്യണോ? ഞാൻ രജിസ്റ്റർ ചെയ്യണോ? ഞാൻ ഒരു ഡിസംബർ 25-ന് എൻ്റെ എന്ത് ചെയ്തു? 20 ലക്ഷം ടേൺ ഓവർ എന്താ പറയാ കഴിഞ്ഞു. അപ്പൊ ഞാൻ അന്നു മുതൽ ശരിക്കും എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. പക്ഷെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് 30 ദിവസത്തിനുള്ളിൽ, എന്നാണോ ലയബിൾ ആയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണോ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥനായത്, അത് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ, 30 മറക്കണ്ട, 30 നമുക്ക് വൺ വേർഡ് ആയതുകൊണ്ട് ഇതൊക്കെ ആലോചിച്ചാൽ മതി. 30 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ 30 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ എന്ന് മുതൽ നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും? എന്ന് മുതലായിരിക്കും? ഞാൻ ഡിസംബർ 25-ന് ലയബിളായി, നിങ്ങൾ 30 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്താൽ മതി എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ 30 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്ലൈ ചെയ്യണം എന്നാ പറയാം. അപ്പൊ 30 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്നായിരിക്കും എൻ്റെ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ? എന്ന് മുതൽ ഞാൻ രജിസ്റ്റർ ചെയ്തതായിട്ട് കണക്കാക്കും? അപ്ലൈ ചെയ്ത ഡേ അല്ല, ഡിസംബർ 25. ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് 25 ആണെങ്കിൽ, അതാ ഞാൻ ചോദിച്ചേ. ഡിസംബർ 25-ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുക. ആക്ച്വലി നിങ്ങൾ ലയബിൾ ആയി 25-ന്. അപ്പൊ 25 മുതൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. പക്ഷെ 30 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഡിസംബർ 25 മുതൽ എഫക്റ്റീവ് ആണ്. രജിസ്ട്രേഷൻ കിട്ടിയത് വരെയുള്ള ട്രാൻസാക്ഷൻ നമ്മൾ നോർമൽ രീതിയിലാവും ചെയ്തത്. പിന്നീട് അവിടെ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. അത് നമുക്ക് പതുക്കെ പറയാം, പ്രശ്നമില്ല. അപ്പൊ ആക്ച്വലി എഫക്റ്റീവ് ഡേറ്റ് എന്നാ? ഡിസംബർ 25. ഓക്കെ, അതുവരെ ക്ലിയർ അല്ലേ? ഇനി 30 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എന്നാണോ നമുക്ക് രജിസ്ട്രേഷൻ ഗ്രാന്റ് ചെയ്ത് കിട്ടിയത്, അതാണ് നമ്മളുടെ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഓക്കെ, 30 ദിവസത്തിനുള്ളിൽ ചെയ്യണം. അപ്പൊ ഡിസംബർ 25 ആവുമ്പോ 30 ദിവസം എന്ന് പറയുമ്പോ എന്നാടാ? ജനുവരി 24 അല്ലെ? ജനുവരി 24-നുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ചെയ്തില്ല എന്ന് വിചാരിച്ചോ? ഞാനൊരു ഫെബ്രുവരിയിലാണ് ചെയ്തെന്ന് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ന് മുതലാ രജിസ്റ്റർ ആയിട്ട് കണക്കാക്കുക? എനിക്ക് എന്നാണോ രജിസ്ട്രേഷൻ ഗ്രാന്റ് ചെയ്ത് തന്നത് അന്ന് മുതലാണ് നമ്മൾ രജിസ്റ്റേർഡ് ആവുള്ളൂ. മനസ്സിലായോ? ഈ ഡിസംബർ 25 കണക്കാക്കും എന്ന് പറയുന്നത് 30 ദിവസത്തിനുള്ളിൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം എന്നാണോ നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്, വണ്ടിയുടെ ഒക്കെ RC കിട്ടില്ലേ, അതുപോലെ എന്നാണോ RC കിട്ടുന്നത് അന്ന് എന്ത് കിട്ടും?
അന്ന് മുതൽ നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അത്രയും മനസ്സിലാക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ഓക്കെ, ഇനി നമ്മളിപ്പോ പറഞ്ഞ പോർഷൻസ് എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഇത്രേ ഉള്ളൂ. ഒന്ന്, അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ഇൻ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്. ഞാൻ രജിസ്റ്റർ ചെയ്യാൻ ലയബിൾ ആയി 30 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എന്നാണോ രജിസ്റ്റർ ചെയ്യാൻ ലയബിൾ ആയത്, ഈ ഫോർ എക്സാമ്പിൾ ഈ ഡിസംബർ 25 പറഞ്ഞില്ലേ, ഡിസംബർ 25, അതിന് തൊട്ട് മുമ്പത്തെ ഡിസംബർ 25 ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഏതിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും? ഏതിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും? ആക്ച്വലി ഞാൻ ഡിസംബർ 25 രജിസ്റ്റർ ചെയ്ത് കണക്കാക്കുമെങ്കിൽ എനിക്ക് എന്ന് മുതലുള്ള എന്ത് കിട്ടും? എന്നത്തെ ഗുഡ്സിന്റെ മുകളിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും? 25 ഗുഡ്സിന് മുഴുവൻ കിട്ടും. അപ്പൊ 25 ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഏതിന്റെ ക്ലോസിംഗ് സ്റ്റോക്കാ? ഇന്നത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇന്നലത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 24 ക്ലോസിംഗ് സ്റ്റോക്ക് ശരിയാണ്. ഓക്കെ, 24 ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ എന്താണ്? ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ദ ഡേ ഫ്രം വിച്ച് ഹി ബിക്കംസ് ലയബിൾ ടു പേ ടാക്സ്. അപ്പൊ ഈ പ്രൊസീഡിംഗ് ഡേറ്റ് ഓർക്കുക. 30 ദിവസത്തിനുള്ളിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ITC കിട്ടും. ഏതിന്റെ? സ്റ്റോക്കിന്റെ മുകളിലെ. ഓക്കെ, ഇൻപുട്ട് സ്റ്റോക്കിന്റെ മുകളിൽ എന്ത് കിട്ടും? ITC കിട്ടും. എത്ര? 24 തീയതിയുള്ള ഇൻപുട്ടിന് മുകളിൽ നമ്മൾ അടച്ചിട്ടുള്ള ടാക്സിന് മുഴുവൻ എന്ത് കിട്ടും? ITC കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഞാൻ രജിസ്റ്റർ ചെയ്യാൻ ലയബിൾ ആയില്ല, സ്വമേധയാ രജിസ്റ്റർ ചെയ്യാൻ വിചാരിക്കാം. അപ്പോഴും ഞാൻ രജിസ്റ്റർ ചെയ്യാത്ത ഒരാൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്റെ കയ്യിലുള്ള സ്റ്റോക്കിന് എന്ത് കിട്ടും? ITC കിട്ടുമല്ലോ. കിട്ടണ്ടേ? കിട്ടണ്ടേ? കിട്ടും. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇൻപുട്ടിന്റെ മുകളിൽ സ്റ്റോക്കിൽ ഏത് ദിവസത്തെ ആയിരിക്കും? എല്ലാം ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ആണ്. ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ഡേയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസത്തിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്. ക്ലിയർ ആണല്ലോ? പക്കയാണല്ലോ? അപ്പൊ വളണ്ടറി രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ ഏത് ദിവസത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും? രജിസ്ട്രേഷൻ ഗ്രാന്റ് ചെയ്തതിന്റെ തൊട്ട് തലേ ദിവസം. എന്നാണോ നമ്മൾ രജിസ്റ്റേർഡ് ആയത് അതിന് തൊട്ട് തലേ ദിവസം. ലയബിൾ ടു ബി രജിസ്റ്റേർഡിന്റെ കേസിൽ മാത്രം എന്നാണോ ലയബിൾ ആയത്, ഇപ്പൊ ഞാൻ പറഞ്ഞ 20 ലക്ഷം എന്നാണോ കവർ ചെയ്യുന്നത് ആ ദിവസം. ഓക്കെ, ആ എന്നാണോ ലയബിൾ രജിസ്റ്റർ ചെയ്യാൻ ലയബിൾ ആയത് അതിന് തൊട്ട് തലേ ദിവസമുള്ള ക്ലോസിംഗ് സ്റ്റോക്ക്. ബാക്കിയുള്ള എല്ലാ കേസിലും എന്നാണോ നമ്മൾ രജിസ്റ്റേർഡ് ആയത്, ഓക്കെ, എന്നാണോ നമ്മൾ രജിസ്റ്റേർഡ് ആയത്, അല്ലെങ്കിൽ എന്നാണോ നമ്മൾ ടാക്സബിൾ ഗുഡ്സ് അടയ്ക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്നാണോ നമ്മൾ കോമ്പോസിഷനിൽ നിന്നും രജിസ്ട്രേഷൻ നോർമലിലേക്ക് ആക്കിയത്, ഈ കേസിലൊക്കെ തൊട്ട് തലേ ദിവസത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എന്തായിട്ട് കിട്ടും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഈ കേസിൽ എന്താ? വളണ്ടറി രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എന്നാണോ രജിസ്ട്രേഷൻ കിട്ടിയത് അതിന് തലേ ദിവസം അല്ലെ? സ്റ്റോക്ക് ഓൺ ദ ഡേ immediately preceding the date of grant of registration. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി കോമ്പോസിഷൻ ആള് നോർമലിലേക്ക് മാറി. കോമ്പോസിഷൻ ആള് നോർമലിലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ ITC കിട്ടുമല്ലോ. ഇതില് ആകെ നോക്കേണ്ടത് കോമ്പോസിഷനിലും നമ്മൾ പറഞ്ഞ എക്സംപ്റ്റ് ടാക്സബിൾ ആകുമ്പോഴും നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സിനും കൂടെ എന്ത് കിട്ടും?
ക്യാപിറ്റൽ ഗുഡ്സിനും കൂടെ ITC കിട്ടും. മറ്റേത് ഇൻപുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റോക്കിലുള്ള ഇൻപുട്സിന് മാത്രം. ഈ കേസിൽ ക്യാപിറ്റൽ ഗുഡ്സിനും കൂടെ തരും. ക്യാപിറ്റൽ ഗുഡ്സ് എന്താ? നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഗുഡ്സ്, ഈ മെഷീനറി അങ്ങനത്തെ ഐറ്റംസ് അല്ലേ. ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ +2 പഠിച്ചതല്ലടാ, അക്കൗണ്ട്സിലല്ലേ. എല്ലാവരും കൊമേഴ്സ് ആണോ സയൻസ് ആണോ? സയൻസ് ഉണ്ടോ ഇതില്? സയൻസ് ആരെങ്കിലും ഉണ്ടോടാ? കൊമേഴ്സ്, എല്ലാവരും കൊമേഴ്സ് തന്നെ അല്ല? ഓക്കെ. അപ്പൊ ക്യാപിറ്റൽ ഗുഡ്സിനും കൂടെ ഏത് രണ്ട് കേസിലും കിട്ടും? കോമ്പോസിഷൻ നോർമലിലേക്ക് മാറുമ്പോഴും എക്സംപ്റ്റ് ഗുഡ്സ് ടാക്സബിൾ ഗുഡ്സ് ആവുമ്പോഴും. നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈ എക്സംപ്റ്റ് ആയിരുന്നു, അത് ടാക്സബിൾ ആയി മാറുമ്പോഴും നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സിനും കൂടെ എന്ത് കിട്ടും? ITC കിട്ടും. അപ്പൊ കോമ്പോസിഷൻ നോർമൽ ആവുകയാണെങ്കിൽ ഏത് ദിവസത്തെ കിട്ടൂടാ? ഏത് ദിവസത്തെ കിട്ടുമായിരിക്കും? ഏത് ദിവസത്തെ ITC കിട്ടുമായിരിക്കും? ഏത് ദിവസത്തെ ആയിരിക്കും? എന്നാണോ കോമ്പോസിഷൻ നോർമലായി മാറിയത് അതിന് തൊട്ട് തലേ ദിവസത്തെ അല്ലെ? അല്ലെ? അപ്പോ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് എന്താണ്? ഇയാൾക്ക് ഇൻപുട്ടിനും കിട്ടും ക്യാപിറ്റൽ ഗുഡ്സിനും കിട്ടും. ഓൺ ദ ഡേ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് ദ ഡേ ഫ്രം വിച്ച് ഹി സീസസ് ടു പേ അണ്ടർ ടാക്സ് അണ്ടർ കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീമിൽ നിന്നും നോർമൽ സ്കീമിലേക്ക് മാറുന്നതിന് തൊട്ട് തലേ ദിവസം. ഓക്കെ. ഇനി എന്താണ്? എക്സംപ്റ്റ് ഗുഡ്സ് ടാക്സബിൾ ഗുഡ്സ് ആയി. ഒരു രജിസ്റ്റേർഡ് പേഴ്സന്റെ എക്സംപ്റ്റ് സപ്ലൈ ആയിരുന്നു. എക്സംപ്റ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ ബിക്കംസ് ടാക്സബിൾ സപ്ലൈ. ടാക്സബിൾ സപ്ലൈ ആയി മാറി. അപ്പൊ എന്ത് കിട്ടും? ഇൻപുട്ടിനും ക്യാപിറ്റൽ ഗുഡ്സിനും ഏത് ദിവസത്തെ ആയിരിക്കും കിട്ടുക? ഏത് ദിവസത്തെ ആയിരിക്കും കിട്ടുക? എന്നാണോ ഇത് ടാക്സബിൾ ആയത് അതിന്റെ തൊട്ട് തലേ ദിവസത്തെ. ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് ദ ഡേ ഫ്രം വിച്ച് സച്ച് സപ്ലൈ ബിക്കംസ് ടാക്സബിൾ. എന്നാണോ സപ്ലൈ ആയത് അന്ന് മുതൽ. അത്രേ ഉള്ളൂ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്. ഓക്കെ. പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്, ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെ? ഇത് ഓക്കെ അല്ലടാ? എല്ലാം ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻസ് പിന്നെ ചെയ്ത് നോക്കിയായിരുന്നു? ഈ ക്വസ്റ്റ്യൻസ് പിന്നീട് ചെയ്ത് നോക്കിയായിരുന്നു ആരെങ്കിലും? സമയം കിട്ടിക്കാണില്ല അല്ലെ? ആണല്ലോ. ചെയ്ത് നോക്കിയിരുന്നോ ആരെങ്കിലും? ആരും ചെയ്തു നോക്കിയില്ലോ? ഒരാൾ അറ്റ്ലീസ്റ്റ് ഓർഡർ ഓർമ്മ ഉണ്ടല്ലോ? നമ്മൾ ക്ലാസ് തന്നെ ഒക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മറന്നിട്ടില്ലല്ലോ ആരും? ഇത് ചോദിക്കുമ്പോ ഒരാൾക്കും റെസ്പോൺസ് ഇല്ല. ഓർമ്മ ഉണ്ട്, ഓർമ്മ ഉണ്ട്, ഓർമ്മ ഉണ്ടായാൽ മതി. ഇനി ഇൻപുട്ട് ടാക്സ് റിവേഴ്സൽ എപ്പോഴായിരിക്കും എടാ ഇൻപുട്ട് ടാക്സ് റിവേഴ്സ് ചെയ്യേണ്ടത്? എപ്പോഴായിരിക്കും റിവേഴ്സ് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ എലിജിബിൾ ആള് ഇൻഎലിജിബിൾ ആയ കേസ് പറഞ്ഞു അല്ല, ഇൻഎലിജിബിൾ ആള് എലിജിബിൾ ആയ കേസാണ് നമ്മൾ അവൈൽമെന്റ് പറഞ്ഞത്. അപ്പൊ റിവേഴ്സൽ എന്തായിരിക്കും? റിവേഴ്സൽ എന്തായിരിക്കും? നമ്മൾ എപ്പോഴായിരിക്കും ടാക്സ് തിരിച്ചടക്കേണ്ടി വരിക? നമ്മൾ ഓൾറെഡി ITC എടുത്തു, ഇനി നമ്മൾ അത് ഇൻഎലിജിബിൾ ആകുമ്പോൾ നമ്മൾ ടാക്സ് തിരിച്ചടക്കണ്ടേ? അപ്പൊ ഏതൊക്കെ കേസ് ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഉത്തരം വരും. ഞാൻ എലിജിബിൾ ആള് ഇൻഎലിജിബിൾ ആവുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ആ ക്ലെയിം ചെയ്ത ടാക്സ് തിരിച്ചടക്കണ്ടേ? അത് ഏതൊക്കെയായിരിക്കും സിറ്റുവേഷൻ?
കോമ്പോസിഷൻ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക. പിന്നെ ഒന്നുകിൽ നമ്മൾ നോർമലിൽ നിന്നും കോമ്പോസിഷനിലേക്ക് മാറുക, ശരിയാണ്. പിന്നെ രജിസ്റ്റേർഡ് പേഴ്സൺ അൺരജിസ്റ്റേർഡ് ആവുക. പിന്നെ ടാക്സബിൾ ഗുഡ്സ് നമ്മൾ സപ്ലൈ ടാക്സബിൾ ആയിരുന്നു, അത് പിന്നീട് എന്താവുകയാണ്, എക്സംപ്റ്റ് ആവുകയാണ്. അപ്പൊ ഈ 3 കേസുമാണ് റിവേഴ്സൽ. സിമ്പിൾ, നിങ്ങൾ തന്നെ പറഞ്ഞു അല്ലെ? അതിനല്ലേ നോക്കാം. നോക്കിക്കോ, ഒന്നെന്താ, ഓപ്റ്റഡ് ഫോർ കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തു. അപ്പോ സ്കീം ഓപ്റ്റ് ചെയ്തതിന്റെ തലേ ദിവസത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെ? ആണല്ലോ. സ്റ്റോക്കിലുള്ള ഐറ്റം അല്ലേ? ഇൻപുട്ട് ഗുഡ്സിന്റെ മുകളിലായിക്കോട്ടെ, സെമി ഫിനിഷ്ഡ് ഗുഡ്സിന്റെ മുകളിലായിക്കോട്ടെ, ക്യാപിറ്റൽ ഗുഡ്സിന്റെ മുകളിലായിക്കോട്ടെ, ടോട്ടൽ എത്രയാണോ നമ്മുടെ കയ്യിലുള്ളത് അത് മുഴുവൻ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ടാക്സ് അടയ്ക്കണം. ഓക്കെ, റിവേഴ്സ് ചെയ്യണം. അപ്പോ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുമ്പോഴും പിന്നെ ഏതാ, ഓൾറെഡി സപ്ലൈ എന്ത് ചെയ്യാണ്, എക്സംപ്റ്റ് ആവുകയാണ്. പിന്നെ രജിസ്ട്രേഷൻ, ഈ 3 കേസ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ അല്ലേ? അത്രയും മനസ്സിലാക്കിയാൽ മതി. റെഡി? ഓക്കെ ആണോ? റെഡിയാണോ? ഇതിലൊക്കെ ഇൻപുട്ട് ഹെൽഡ് ഇൻ സ്റ്റോക്ക്, സെമി ഫിനിഷ്ഡ്, FG ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് ആണ് കേട്ടോ. എല്ലാത്തിലും സ്റ്റോക്കിനും കിട്ടും, സെമി ഫിനിഷ്ഡിനും കിട്ടും, ഫിനിഷ്ഡ് ഗുഡ്സിനും കിട്ടും, ക്യാപിറ്റൽ ഗുഡ്സിനും കിട്ടും. ഓക്കെ, റെഡി? എന്നാണോ ക്യാൻസൽ ചെയ്യുന്നത് ആ ദിവസത്തെ എന്ത് സ്റ്റോക്കിനൊക്കെ നമുക്ക് എന്ത് കിട്ടും, അതിന് തൊട്ട് തലേ ദിവസത്തെ ക്ലോസിംഗ് സ്റ്റോക്ക്. എന്ന് മുതലാണോ നമ്മൾ ക്യാൻസൽഡ് ആവുന്നത് അത് തൊട്ട് തലേ ദിവസം. നമ്മൾ എന്ന് മുതലാണോ ടാക്സ് ഗവൺമെന്റിലോട്ട് അടയ്ക്കാത്തത്, അല്ലെങ്കിൽ എന്ന് മുതലാണോ നമ്മൾ ഇന്നെലിജിബിൾ ആവുന്നത്, ആ ദിവസം ഓപ്പണിങ്ങിലുള്ള സ്റ്റോക്ക് ഒന്നും നമുക്ക് എന്താവില്ല, ITC കിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ ഇന്നെലിജിബിൾ എലിജിബിൾ ആവുമ്പോഴും എലിജിബിൾ ഇന്നെലിജിബിൾ ആവുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ 2 കേസിലും ഒരു ക്യാപിറ്റൽ ഗുഡ്സിന്റെ ലൈഫ് എത്രയാണ്, GST-യിൽ ഒരു ക്യാപിറ്റൽ ഗുഡ്സിന്റെ ലൈഫ് എന്ന് പറയുന്നത് 5 കൊല്ലമാണ്. മറക്കരുത് കേട്ടോ. GST-യിൽ ഒരു ക്യാപിറ്റൽ ഗുഡ്സിന്റെ ലൈഫ് എന്ന് പറയുന്നത് എത്ര കൊല്ലാടാ? 5. ഉറപ്പിച്ചല്ലോ? 5 കൊല്ലം ഉറപ്പിക്കാലോ? ഉറപ്പിച്ചു. അപ്പോ ഞാൻ ഒരു എലിജിബിൾ ആളായിരുന്നു, എനിക്ക് ടോട്ടൽ ഞാനൊരു ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങി, അത് എനിക്ക് ശരിക്കും എത്ര കൊല്ലത്തേക്കുള്ളതാ, 5 കൊല്ലം ഉപയോഗിക്കാനുള്ളതാ. അപ്പൊ അതിനിടയിൽ വെച്ചിട്ട് ഞാൻ ഇന്നെലിജിബിൾ ആയി കഴിഞ്ഞാൽ ഞാൻ എത്ര മാസം ഉപയോഗിച്ചു, ബാക്കിയുള്ള റിമൈനിങ് മന്ത്സിന് എന്ത് ചെയ്യും, റിമൈനിങ് മന്ത്സ് ആണ് നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ട എമൗണ്ട്. ഓക്കെ,
നമ്മൾ നോർമലി 5 കൊല്ലം ഉണ്ട്, അതിലൊരു 2 കൊല്ലം ഉപയോഗിച്ചുവെങ്കിൽ ആ 2 കൊല്ലം നമ്മൾ എലിജിബിൾ. ബാക്കിയുള്ള മാസങ്ങൾ നമ്മൾ ഇൻഎലിജിബിൾ അല്ലേ? മനസ്സിലായോ? ബാക്കി 3 കൊല്ലം നമ്മൾ ഇൻഎലിജിബിൾ അല്ലേ? അപ്പൊ അത്രയും എമൗണ്ട് ആണ് നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടത്. അപ്പൊ ആ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തേ എവിടെയല്ലേ? ഇൻപുട്സ് നമ്മുടെ ഇൻവോയ്സിന്റെ ബേസിലാണ്, ആവശ്യമില്ല. ദാ റിമൈനിങ് useful life in months shall be computed on pro rata basis taking useful life as 5 years. ദോർക്ക. ഓക്കെ, റെഡിയാണോ? റെഡി അല്ലേ? ഇനി ഇൻവോയ്സ് പ്രകാരമുള്ള വാല്യൂ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നോർമലി എന്റെ കയ്യിലുള്ള സ്റ്റോക്കിന്റെ ഇൻവോയ്സ് വാല്യൂ എന്റെ കയ്യിൽ അവൈലബിൾ അല്ല, അപ്പൊ ഞാൻ എന്തായിരിക്കും ചെയ്യുക? ഏത് വാല്യൂ ആയിരിക്കും എടുക്കുക? നിങ്ങളൊരു ഗസ്സില് ഏത് വാല്യൂ ആയിരിക്കും? മാർക്കറ്റിൽ ആ സാധനത്തിന്റെ വാല്യൂ എത്രയാണോ അതല്ലേ എടുക്കുക, അല്ലേ? ആണല്ലോ, അല്ലേ? മാർക്കറ്റ് വാല്യൂ എടുക്കും. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഇത് ആര് സർട്ടിഫൈ ചെയ്യണം? സർട്ടിഫിക്കേഷന്റെ കാര്യം മാത്രം ആലോചിക്കുക. ഒന്നുകിൽ ഒരു പ്രാക്ടീസിങ് CA അല്ലെങ്കിൽ ഒരു പ്രാക്ടീസിങ് CA. സോറി, CA രണ്ടും CA ആണ്. എന്താ, ഒന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഒന്ന് കോസ്റ്റ് അക്കൗണ്ടന്റ്. ഞാൻ ഉദ്ദേശിച്ചത് CMA ആണ്. കോസ്റ്റ് അക്കൗണ്ടന്റ് എന്നല്ലേ നമ്മൾ പറയാറുള്ളൂ. അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ കോസ്റ്റ് അക്കൗണ്ടന്റോ ആണ് എന്ത് ചെയ്യേണ്ടത്? ഈ എത്രയാണ് എമൗണ്ട് എന്നുള്ളത് സർട്ടിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ? ആരാടാ? ഒന്നുകിൽ ഒരു CA അല്ലെങ്കിൽ ഒരു CMA. ഓക്കെ അല്ലേ? അത്രേ ആവശ്യമുള്ളൂ. ഇനി പേയ്മെന്റ് ഓഫ് ടാക്സ്. പേയ്മെന്റ് ഓഫ് ടാക്സും കൂടെ കഴിഞ്ഞാൽ ഈ പാഠം കഴിഞ്ഞു കേട്ടോ. എന്താണ് പേയ്മെന്റ് ഓഫ് ടാക്സ്? പേയ്മെന്റ് ഓഫ് ടാക്സ് എന്താ? പേയ്മെന്റ് ഓഫ് ടാക്സ് അതിൽ തന്നെയല്ലേ അർത്ഥം? നമ്മള് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒക്കെ ഇതിലവിടെ പോവാ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്, നമുക്ക് ആകെ മൊത്തം 3 ലെഡ്ജർ ആണുള്ളത്. 3 ലെഡ്ജർ അല്ലെങ്കിൽ 3 രജിസ്റ്റർ എന്ന് പറയാം. ഓക്കെ, 3 ലെഡ്ജർ അല്ലെങ്കിൽ 3 രജിസ്റ്റർ. അപ്പോ ഒരു മിനിറ്റ് ഇടാ. ഇതാണ് നമ്മള് 3 ലെഡ്ജർ അല്ലെങ്കിൽ 3 രജിസ്റ്റർ. ഒന്നെന്താ? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ഓക്കെ. 2 ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. 3 ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ അല്ലെങ്കിൽ രജിസ്റ്റർ. ഈ 3 ആകെ ഉള്ളത്. ഓക്കെ, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറും ക്രെഡിറ്റ് ലെഡ്ജറും ലയബിലിറ്റി രജിസ്റ്ററും. അപ്പൊ ഇത് എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ ക്രെഡിറ്റുകൾ ഏതിലായിരിക്കും ഇവിടെ വരിക? ക്രെഡിറ്റുകൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതിലാ വരിക? ഏതിലാ വരിക?
ഏതിൽ വരും? ക്രെഡിറ്റ് ലെഡ്ജറിൽ അല്ലെ? ഇനി ഈ ക്രെഡിറ്റ് ലെഡ്ജർ വെച്ചിട്ട് നമുക്ക് ആകെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുക നമ്മളുടെ ഔട്ട്വാർഡ് ടാക്സ് ലയബിലിറ്റി മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഔട്ട്വാർഡ് ടാക്സ് ലയബിലിറ്റി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വാങ്ങിയ ടാക്സ് വിൽക്കുമ്പോൾ അടയ്ക്കുന്ന ടാക്സ് മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഡീഫോൾട്ട് വന്നു, നമ്മൾ ലേറ്റ് ഫീ ഉണ്ട്, പെനാൾട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അതുപോലെ നമ്മൾ ഇൻവാർഡ് സപ്ലൈയുടെ മുകളിലേ ചില സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ റിവേഴ്സ് ചാർജ് ബേസിസിൽ ചില സാധനങ്ങൾ വാങ്ങുമ്പോൾ, ഫോർ എക്സാമ്പിൾ കാഷ്യൂ നട്ട് ഇല്ലേ, കാഷ്യൂ നട്ട്, അണ്ടിപ്പരിപ്പ് ഒരു എക്സാമ്പിൾ ആണ്, ശരിക്കും ഉള്ളതാണ്. കാഷ്യൂ നട്ട് ഷെല്ല് ചെയ്യാത്ത അല്ലെങ്കിൽ പീൽ ചെയ്യാത്ത, തൊലി കളയാത്ത കാഷ്യൂ നട്ട് വാങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം ടാക്സ് അടയ്ക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലയർ അല്ല ടാക്സ് അടയ്ക്കേണ്ടത്, റെസിപ്പിയന്റ് ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. അങ്ങനെ റെസിപ്പിയന്റ് ടാക്സ് അടയ്ക്കേണ്ട കുറച്ച് ഗുഡ്സ് ഉണ്ട്. അപ്പൊ ആ കേസിൽ ടാക്സ് ആക്ച്വലി നമ്മൾ ക്യാഷ് ആയിട്ട് അടയ്ക്കണം. എന്നിട്ട് അതെന്തായിട്ട് വരും? നമ്മളെ ക്രെഡിറ്റ് ലെഡ്ജർ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ചില സാധനങ്ങൾ വാങ്ങുമ്പോഴേ സാധാരണ ആരാ ടാക്സ് അടയ്ക്കുക? ആർക്ക് നമ്മൾ ടാക്സ് അടയ്ക്കും? ആരാ ടാക്സ് അടയ്ക്കുക? ആര് ത്രൂ അടയ്ക്കും? നിങ്ങളൊരു 10 രൂപയുടെ സാധനം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി 11.8 നിങ്ങൾ എനിക്ക് തന്നു. ആരാ ടാക്സ് അടയ്ക്കുന്നത്? സപ്ലയർ. അപ്പൊ റെസിപ്പിയന്റ് അടയ്ക്കേണ്ട കുറച്ച് കേസസ് ഉണ്ട്, നമുക്കത് പഠിക്കാനില്ല. ഓക്കെ, എന്താണ് റെസിപ്പിയന്റ് അടയ്ക്കേണ്ട കുറച്ച് കേസസ് ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. എന്താണ്? റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം നമ്മൾ നോർമലി സപ്ലയർ അടയ്ക്കുന്നത് ഫോർവേഡ് ചാർജ് ആണ് പറയുക, ഫോർവേഡ് ചാർജ്. റെസിപ്പിയന്റ് അടയ്ക്കുന്നത് റിവേഴ്സ് ചാർജ്. അങ്ങനെ റിവേഴ്സ് ചാർജ് പ്രകാരം ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട് നമുക്ക് എന്ത് വെച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല? ക്രെഡിറ്റ് ലെഡ്ജർ വെച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇൻപുട്ട് ടാക്സ് ഒന്നും, ഇൻപുട്ട് ടാക്സ് ആണല്ലോ നമ്മളെ എന്തിൽ വരുന്നത്? ക്രെഡിറ്റ് ലെഡ്ജറിൽ വരുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ അല്ലെ? ഇൻപുട്ടിന് മുകളിൽ നമ്മൾ അടച്ചിട്ടുള്ള ടാക്സസ് ആണല്ലോ നമ്മളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണല്ലോ. നമ്മൾ വാങ്ങിയതിന് മുകളിൽ നമ്മൾ അടച്ച ടാക്സ് ആണല്ലോ നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. സംശയമൊന്നുമില്ലല്ലോ. അപ്പോ അത് നമ്മൾ വിൽക്കുമ്പോൾ അടയ്ക്കേണ്ട ടാക്സ് മാത്രം വച്ചേ സെറ്റ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിന്റെ നമുക്ക് പഠിക്കാനുള്ള ഏരിയ. അപ്പൊ എന്തായിരിക്കും ക്യാഷ് ലെഡ്ജർ? എന്തായിരിക്കും ക്യാഷ് ലെഡ്ജർ? നമ്മൾ ക്യാഷ് ആയിട്ട് അടയ്ക്കേണ്ടത്, നമ്മൾ ആക്ച്വൽ പേയ്മെന്റ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്വാർഡ് ടാക്സ് ലയബിലിറ്റി. നേരത്തെ എക്സാമ്പിളിൽ 15 ലക്ഷം ഔട്ട്വാർഡ് ഉണ്ട്, ഇൻവാർഡ് 10 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 5 ലക്ഷം രൂപ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഗവൺമെന്റിലോട്ട് അടയ്ക്കണ്ടേ? ഗവൺമെന്റിലോട്ട് അടയ്ക്കണ്ടേ? അതിന് ഉപയോഗിക്കുന്നതാണ് ക്യാഷ് ലെഡ്ജർ. ഇനി ഇൻട്രസ്റ്റ്, പെനാൾട്ടി, ലേറ്റ് ഫീ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏത് വെച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? ഏത് വെച്ചാ അടയ്ക്കുക? ഏത് വെച്ചാ അടയ്ക്കുക? ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ വെച്ച് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഏത് വെച്ചിട്ട് ചെയ്യാം? ക്യാഷ് ആയിട്ട്. ക്യാഷ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ക്യാഷ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് അടയ്ക്കണം. ഓക്കെ ആണോ? മനസ്സിലായോ? മനസ്സിലായോ? ഇനി ഒന്നുകൂടെ ചോദിക്കട്ടെ. അപ്പൊ നമ്മൾ എത്ര അടയ്ക്കണം എന്നുള്ളത് കാണിക്കുക ഏതിലായിരിക്കും? ഏതിലായിരിക്കും? ഇപ്പൊ നമ്മൾ രണ്ടും അടയ്ക്കാനുള്ള എമൗണ്ട് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ആണ്. ക്രെഡിറ്റ് ലെഡ്ജറും ക്യാഷ് ലെഡ്ജറും. ക്രെഡിറ്റ് ലെഡ്ജർ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ക്യാഷ് നമ്മൾ ക്യാഷ് ആയിട്ട് അടയ്ക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര അടയ്ക്കണം എന്നുള്ളത് ഏതായിരിക്കും? അതാണ് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ. അപ്പൊ ഈ 3 ഉള്ളൂ. ആകെ പേയ്മെന്റ് ഓഫ് ടാക്സ് അത്രേ ഉള്ളൂ. നോക്കിക്കോ. 1
എല്ലാവരും മന്ത്ലി ബേസിൽ എത്രയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് കണ്ടിട്ട് നമുക്ക് നെറ്റ് ടാക്സ് ലയബിലിറ്റി എത്രയാണ് കാണണം എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. 3 ലെഡ്ജർ ഉള്ളത്. ഒന്ന് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ. ലയബിലിറ്റി ലെഡ്ജർ എന്താ? ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കാണിക്കും. ഓക്കെ, നമ്മൾ എത്ര അടയ്ക്കാനുണ്ട്, നമ്മളെ ലയബിലിറ്റി കാണിക്കും. ഇത് നമ്മളുടെ അതിന്റെ ഫോർമാറ്റ് ആണ്. നമ്മൾ പഠിക്കാനില്ല, വലിയ അത്യാവശ്യമില്ല, എന്നാലും ജസ്റ്റ് നോക്കാന്ന് മാത്രം, ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്. എന്തൊക്കെ ഉണ്ടാവും? ടാക്സ് എത്ര അടയ്ക്കണം, ലേറ്റ് ഫീ എത്ര ഉണ്ട്, ഇൻട്രസ്റ്റ് എത്ര ഉണ്ട്, എല്ലാം എന്ത് നമ്മൾ അടയ്ക്കാനുണ്ടെങ്കിലും മൊത്തം എന്തിൽ കാണിക്കും? ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ കാണിക്കും, ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിൽ കാണിക്കും. അപ്പൊ ടാക്സ് എത്ര അടയ്ക്കാനുണ്ട്, ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൾട്ടി, TDS, TCS, റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം എന്തെങ്കിലും അടയ്ക്കാനുണ്ടെങ്കിൽ അത്, ഇനി വേറെ എന്തെങ്കിലും പെനാൾട്ടി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് മൊത്തം. ഓക്കെ, അങ്ങനെ നമ്മുടെ ടോട്ടൽ ബാലൻസ് ടാക്സ് ലയബിലിറ്റി എത്ര ഉണ്ട് എന്നുള്ളത് ലയബിലിറ്റി രജിസ്റ്റർ കാണിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കാണിക്കാൻ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ ഉണ്ട്. ഓക്കെ, ഇനി ക്രെഡിറ്റ് ലെഡ്ജർ എന്താന്നുള്ളതാണ്. ക്രെഡിറ്റ് ലെഡ്ജർ എന്താ? ഒന്ന് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നില്ലേ, മൊത്തമായിട്ടൊരു ബില്ല് വാങ്ങിയിട്ട് ഓരോരുത്തർക്ക് ഡിവൈഡ് ചെയ്ത് നൽകുന്ന ആള്, അത്രേ ഉള്ളൂ. അങ്ങനെ പഠിക്കേണ്ട. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്തെങ്കിലും ഒരു ഇൻവോയ്സ് തരുന്നുണ്ടെങ്കിൽ, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞ ഇതാണ്. ഞാൻ എന്തെങ്കിലും ഒരു, നമ്മൾ പറഞ്ഞില്ലേ ബാറ്റ്മാൻ സൂപ്പർമാൻ്റെ ഒക്കെ പറഞ്ഞായിരുന്നോ? പറഞ്ഞിരുന്നോടാ? ബാറ്റ്മാൻ സൂപ്പർമാൻ ഒക്കെ പറഞ്ഞിരുന്നോ? അപ്പൊ ഞാൻ മൊത്തം ഇൻവോയ്സ് എന്റെ പേരിൽ വാങ്ങിയിട്ട് ഓരോരുത്തർക്കും ഡിവൈഡ് ചെയ്ത് തരും എന്ന് പറഞ്ഞില്ലേ? അതാണ് ഈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. അപ്പൊ അതില് അതാത് ആൾക്കാരുടെ എന്തുണ്ടാവും? ക്രെഡിറ്റുകൾ നമ്മൾ വീതിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ക്രെഡിറ്റ് ഉണ്ടാവും ക്രെഡിറ്റ് ലെഡ്ജറിൽ. പിന്നെ നമ്മളെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ അവൈൽമെന്റിന്റെ കേസിലുള്ള ക്രെഡിറ്റ് ലെഡ്ജർ. അവൈൽമെന്റ് ചെയ്തില്ലേ, രജിസ്റ്റർ ചെയ്യാത്ത ഒരാൾ രജിസ്റ്റർ ചെയ്തു, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ക്രെഡിറ്റ് കിട്ടിയല്ലോ. ആ എമൗണ്ട് ഒക്കെ എന്തിൽ വരും? ക്രെഡിറ്റ് ലെഡ്ജറിൽ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവാർഡ് സപ്ലൈയുടെ മുകളിലുള്ള എല്ലാ ടാക്സുകളും എന്തിൽ വരും? ക്രെഡിറ്റ് ലെഡ്ജറിൽ വരും. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ആൾ ദ ടാക്സസ് പെയ്ഡ് ഓൺ ദ ഇൻപുട്സ് വുഡ് ബി റെക്കോർഡഡ് ഇൻ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ഓക്കെ, അതിന്റെ ഓരോ കേസാ പറയുന്നത്. ഒന്ന് നോർമൽ ടാക്സ് പെയർ, കോമ്പോഷൻ നോർമൽ ആയത്, പിന്നെ മറ്റേ 30 ദിവസത്തിനുള്ളിൽ ടാക്സ് പെയർ അപ്ലൈ ചെയ്തത്, പിന്നെ ഏതായിരുന്നു? റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം നമ്മൾ എന്തെങ്കിലും ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അത്. മനസ്സിലായോ? ബിസിനസ് പർപ്പസിന് ഉപയോഗിച്ചത് മാത്രമേ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ വരുള്ളൂ. അത്രയും കേസേ ഉള്ളൂ. പിന്നെ ക്യാഷ് ലെഡ്ജർ നമ്മൾ പറഞ്ഞു. പിന്നെ എന്താ? UAN നമ്മൾ ഓൾറെഡി പറഞ്ഞ കേസ് അല്ലടാ? UAN പറഞ്ഞായിരുന്നില്ലേ? UN ഏജൻസി, കൺസുലേറ്റ്, എംബസി, ഇവർക്കൊക്കെ റീഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് GSTIN ഉം UAN ഉം തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഓർമ്മ ഉണ്ടോ? ഓർക്കുന്നുണ്ടോ? ഓർമ്മയില്ല? എവിടെ ബാക്കിയുള്ളവർക്ക്? എവിടെ? ഓർക്കുന്നു അല്ലെ? ഓർക്കുന്നു. ഓർക്കണം, ഓർക്കണമല്ലോ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓർമ്മ വന്നാൽ മതി. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ മോക്ക് ടെസ്റ്റിൽ കുറെ പഴയ സിലബസിലെ ചോദ്യങ്ങളും ഉണ്ടാവും. നിങ്ങൾ ടെസ്റ്റിൽ ഇല്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും. ഇതിനു മുമ്പ് എക്സൈസ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ എക്സൈസ് ഡ്യൂട്ടിയിൽ ഏതെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ 1-2 പറയാം. NCCD കണ്ടു കഴിഞ്ഞാൽ എക്സൈസ് ഡ്യൂട്ടി ആണ് മനസ്സിലാക്കുക. എക്സൈസ് ഡ്യൂട്ടി കണ്ടു കഴിഞ്ഞാൽ ആൻസറിൽ മാനുഫാക്ചർ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് കുത്തുക. ഓക്കെ, നമ്മളെ കാറ്റ് ആയതുകൊണ്ട് പറയാണ്. ഇനി ഇൻ കേസ് അവർ പഴയ ചോദ്യങ്ങൾ തന്നെ വീണ്ടും ചോദിക്കാം. അപ്പൊ എക്സൈസ് ഡ്യൂട്ടി കണ്ടു കഴിഞ്ഞാൽ മാനുഫാക്ചർ കുത്തുക. NCCD കണ്ടു കഴിഞ്ഞാലും എന്ത് ചെയ്യുക? എക്സൈസ് ഡ്യൂട്ടി കുത്തുക. പിന്നെന്താ? സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ് എത്രയാന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അത് 1% ആണ്.
എഡ്യൂക്കേഷൻ സെസ് എത്രയാന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. 2% ആണ്. ടോട്ടൽ സെസ് 3% ആണ്. ചോദിക്കുന്ന ചോദ്യങ്ങളാട്ടോ. ഓക്കെ. NC/CD എന്ന് കണ്ടു കഴിഞ്ഞാൽ എക്സൈസ് ഡ്യൂട്ടി. എക്സൈസ് ഡ്യൂട്ടി ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആൻസറിൽ മാനുഫാക്ചർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ. പിന്നെ സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ 1%. എഡ്യൂക്കേഷൻ സെസ് 2%. ടോട്ടൽ സെസ് 3% ആണ്. ഓക്കെ. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇനി ആ ചോദ്യങ്ങളൊക്കെ വന്നാലോ? ചിലപ്പോ നമ്മൾ ഈ പറയുന്ന സാധനം അതേമാതിരി ചിലപ്പോ അങ്ങ് വരാം. ഓക്കെ അല്ലേ? ബാക്കി നമുക്ക് ഇടയിന്ന് പറഞ്ഞു പോവാം. സെറ്റ് ആക്കാം. റെഡി? UN ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ ഇനി റിട്ടേൺസ് ഏതൊക്കെയാണ് റിട്ടേൺ എന്നുള്ളതാണ്. അപ്പൊ ഗവൺമെന്റിന് എന്തൊക്കെ അറിയാനടാ? പറ. ഞാൻ ഒരു സെയില് നടന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? എന്റെ സെയില് ഗവൺമെന്റിനെ അറിയിക്കണം. ഇതാരാ വാങ്ങിയത് എന്നറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളാണ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഞാൻ എന്റെ ഔട്ട്വാർഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളാണ് എന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയെങ്കിൽ നിങ്ങൾക്ക് ITC ഒക്കെ വേണ്ടേ? ഏടോ? എടോ കേൾക്കുന്നില്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ എന്റെ ഔട്ട്വാർഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അറിയില്ല എന്ന വാശിയിലാണോ? റിട്ടേൺ എന്താ? ആദ്യം മനസ്സിലാക്കുക. റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെന്റ് ആണ്. ഇത് എന്തിനുള്ളതാണ്? ടാക്സ് പെയർ ലോ അനുസരിച്ച് നമ്മളുടെ അതോറിറ്റിയിലേക്ക് അപ്ലോഡ് ചെയ്യാണ് ചെയ്യുക. എന്തിന്? അവർക്ക് എന്തൊക്കെയാണ് ഡാറ്റ എന്നുള്ളത്. ജസ്റ്റ് എല്ലാ റിട്ടേണും എന്താണ് ഡ്യൂ ഡേറ്റ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ. ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സെയിൽ നടത്തി കഴിഞ്ഞാൽ ഞാൻ ഔട്ട്വാർഡ് ചെയ്യണ്ടേ? എന്റെ സെയിൽ രേഖപ്പെടുത്തണ്ടേ? എന്റെ സപ്ലൈ രേഖപ്പെടുത്തണ്ടേ? അതിനാണ് നമ്മൾ ഒന്ന് ഉപയോഗിക്കുക. ഞാൻ ആ ഓർഡർ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ നോക്കിയത്. കുഴപ്പമില്ല, ഞാൻ തന്നെ പറഞ്ഞോളാം. ഇനി ഞാൻ ഒരു സെയിൽ നടത്തി കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? GSTR 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഔട്ട്വാർഡ് സപ്ലൈ. ഇനി ഞാൻ സെയിൽ നടത്തി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ഇൻവാർഡ് അപ്ലോഡ് ചെയ്യണം. അതാണ് GSTR 2. ഇനി എന്റെ സെയിലും പർച്ചേസും വെച്ച് ഞാൻ എന്ത് ചെയ്യണം? എന്റെ മൊത്തം കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് ഉണ്ടാക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വെച്ച് അതായത് എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും എന്ത് ചെയ്യണം? മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യണം. എത്ര നെറ്റ് അടയ്ക്കാനുണ്ട്, ഞാൻ ടോട്ടൽ എത്ര സാധനം വിറ്റു, എത്ര സാധനം വാങ്ങി, നെറ്റ് എത്ര അടയ്ക്കാനുണ്ട്, ഈ സാധനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് ഒരു റിട്ടേൺ ഫയൽ ചെയ്യണം. അതാണ് GSTR 3. ഓക്കെ. മന്ത്ലി ചെയ്യേണ്ടതാണ്. അപ്പോ ആദ്യം ഏത് ചെയ്യും? സെയിൽ ചെയ്യും. സെയിൽ ചെയ്യുക 10-ാം തീയതിയാണ്. സെയിൽ ചെയ്യുക 10-ാം തീയതിയാണ്. വാങ്ങിയത് എന്നാ ചെയ്യുക? അത് കഴിഞ്ഞ് 5 ദിവസം 15. ഇനി ഇത് വിറ്റത് മൈനസ് വാങ്ങിയത് GSTR 3 മന്ത്ലി റിട്ടേൺ എന്നാ ചെയ്യാ? 20. അപ്പൊ 10, 15, 20. 1, 2, 3. 1 വിറ്റത്, 2 വാങ്ങിയത്, 3 കൺസോളിഡേറ്റഡ്. റെഡിയാണോ? ഓക്കെ അല്ലേ? ഞാനിത് നിങ്ങൾ കാണാപ്പാട് ആലോചിക്കേണ്ട വിചാരിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ. ഇനി ഈ സാധനം മാസം ചെയ്തു. ഇനി നമ്മൾ ഇത് മൊത്തത്തിൽ ഒരു കൊല്ലത്തിൽ ഒന്ന് ചെയ്യണം. ഓക്കെ. ഒരു കൊല്ലത്തിൽ ഒന്ന് ആനുവൽ റിട്ടേൺ എന്നാ പറയാം. അതാണ് GSTR 9. ആനുവൽ റിട്ടേണിന്റെ ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഓർമ്മ ഉണ്ടോ? സെപ്റ്റംബർ മാസത്തെ അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ ചെയ്തത് വിച്ചെവർ ഈസ് ഏർലിയർ, അതായിരുന്നു ഇൻവോയ്സിന് മുകളിൽ നമുക്ക് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള അവസാന ദിവസം. വിച്ചെവർ ഈസ് ഏർലിയർ ഓർമ്മ ഉണ്ടോ? ആ കേസിൽ ഞാൻ പറഞ്ഞു ആനുവൽ റിട്ടേൺ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് എന്നാ?
എന്നാണ് ഡ്യൂ ഡേറ്റ്? 31st ഡിസംബർ. ഓക്കെ, അടുത്ത കൊല്ലം 31st ഡിസംബർ ആണ് GSTR 9 കേസിൽ ഫയൽ ചെയ്യേണ്ട സമയം. ഇനി ഞാൻ കോമ്പോസിഷൻ സ്കീം രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ ഞാൻ ഫയൽ ചെയ്യേണ്ട റിട്ടേൺ ആണ് GSTR 4. കോമ്പോസിഷൻ സ്കീമിന്റെ ആള് ഫയൽ ചെയ്യേണ്ട റിട്ടേൺ ആണ് GSTR 4. അത് 18-ാം തീയതിയാണ് ചെയ്യുക, എല്ലാ മാസവും 18-ാം തീയതി. ഓക്കെ. 5 നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, നമ്മൾ അന്ന് പഠിച്ചിരുന്നു. നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ അത് 20-ാം തീയതിയാണ്. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ 6 അത് 13-ാം തീയതി. TDS-ഉം TCS-ഉം 10-ാം തീയതി. പിന്നെന്താ 10 ഫൈനൽ റിട്ടേൺ. നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ട റിട്ടേൺ ആണ് GSTR 10. ഓക്കെ, അത് ഒന്നുകിൽ ക്യാൻസലേഷൻ ഓർഡർ കിട്ടിയ ദിവസം അല്ലെങ്കിൽ ക്യാൻസലേഷന്റെ ഡേറ്റ് വന്നതിന് ശേഷം 3 മാസം കഴിഞ്ഞിട്ട്. ഓക്കെ, ഒന്നുകിൽ ക്യാൻസലേഷൻ ഓർഡർ വന്ന ദിവസം അല്ലെങ്കിൽ ക്യാൻസലേഷൻ പറഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ട്, ഏതാണോ ലേറ്റർ. ഇത്രേ ഉള്ളൂ. ഇതാണ് റിട്ടേൺ. ജസ്റ്റ് ഇത് കാണുമ്പോൾ ഡ്യൂ ഡേറ്റും ഈ സാധനം ആലോചിച്ചാൽ മതി. 1 ഔട്ട്വേർഡ്, 2 ഇൻവേർഡ്, 3 കൺസോളിഡേറ്റഡ്, 1 10, 2 15, 3 20, 9 ആണെങ്കിൽ 31st ഡിസംബർ ആനുവൽ റിട്ടേൺ ആണ്. 4 ആണെങ്കിൽ കോമ്പോസിഷൻ സ്കീം, കോമ്പോസിഷൻ ആണെങ്കിൽ 18th. പിന്നെ ഏതാ 5 എന്താ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. അതെന്നാ ഡ്യൂ ഡേറ്റ്? 20th. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ 13, 6, 7 TDS, 8 TCS, 2 10. 10 ഏതാ? ഫൈനൽ റിട്ടേൺ. ഇത്രേ ഉള്ളൂ. ഇത് ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഓക്കെ. ഇനി GSTR 1 ആക്ച്വലി മന്ത്ലി ആണ് ചെയ്യുക എങ്കിലും 1.5 കോടിക്ക് താഴെയുള്ളവർക്ക് ഒരു ക്വാർട്ടർലി ഫയലിങ്ങിനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. അത്രയും മനസ്സിലാക്കുക. ഈ ലിമിറ്റ് മാത്രം ആലോചിച്ചാൽ മതി. GSTR 1 ക്വാർട്ടർലി ഫയൽ ചെയ്യണമെങ്കിൽ ലിമിറ്റ് 1.5 കോടി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ജസ്റ്റ് ഒരു വട്ടം വായിച്ചാൽ മതിടാ, അല്ലാതെ കുത്തിയിരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്ന കേസുള്ളൂ. മനസ്സിലായോ? നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആളുള്ള ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചു നോക്കുക, അത്രയും മതി. മനസ്സിലായോ? ഓക്കെ, ഇത്രയാണ് GST എന്ന പാഠം. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇൻവോയ്സിന്റെ കുറച്ച് കേസ് ഉണ്ട്. അത് നമുക്ക് കുറച്ച് ചോദ്യം ചോദിക്കുന്ന ഏരിയയാണ്. അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ GST എന്ന് പറഞ്ഞ ഏരിയ ടോട്ടൽ കഴിഞ്ഞു. GST കേട്ടോ, GST ഉണ്ട്, കസ്റ്റംസ് ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ GST ടോട്ടൽ കഴിയാനായി. ഇത്രയേ ഉള്ളൂ. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് എവിടെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഞാൻ എല്ലാം കൺസെപ്റ്റ് വെച്ചിട്ടാ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാനും പറഞ്ഞു. ഏതെങ്കിലും ചോദിക്കാനുണ്ടോ? ഏതെങ്കിലും ഏരിയ ബുദ്ധിമുട്ടുള്ളതായിട്ടുണ്ടോ? ഏതെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിച്ചോ. ചോദിക്കാൻ പറയുമ്പോ ആർക്കും ഒരു ഡൗട്ടും ഇല്ലല്ലേ? ഇല്ല എന്നിട്ടാവൂലേ? ഇല്ല, ഉറപ്പിച്ചു? ഉറപ്പിക്കാം. ആനുവൽ ആണോ? ആനുവൽ റിട്ടേൺ ആണോ? അശ്വിൻ എന്താണ് ഉദ്ദേശിച്ചത്? എന്നാൽ അല്ലേ? ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഒരു പണി തരാം നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഒരു മിനിറ്റ്.
ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ടല്ലോ. ഇതാണ് ലയബിലിറ്റി ലെഡ്ജർ. കാണിച്ചു തരാം, ഒരു മിനിറ്റ് ഇടാം. ഇതാണ് ക്യാഷ് ലെഡ്ജർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിൽ നമ്മൾ ടോട്ടൽ എത്ര ക്യാഷ് ഉണ്ട് നമ്മളെ ക്യാഷ് ആയിട്ട് അടയ്ക്കുന്നു, ഇത് വെച്ചിട്ട് നമുക്ക് ഏതും സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, പെനാൾട്ടി ആയിക്കോട്ടെ, എന്തും നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. എന്തോ വെബ്സൈറ്റിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞുതരാം. ഇത്രേ ഉള്ളൂ. ഞാൻ വാങ്ങിയപ്പോ ഞാൻ എത്രയൊക്കെ ടാക്സ് അടച്ചിട്ടുണ്ടോ ഈ ടാക്സ് മുഴുവൻ ഏതിലാ റിഫ്ലക്ട് ചെയ്യാം? ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ഇൻവാർഡ് സപ്ലൈയുടെ മുകളിലുള്ള ടാക്സുകൾ. ഓക്കെ, ഞാൻ വാങ്ങിയ സാധനങ്ങളുടെ മുകളിലുള്ള ടാക്സുകൾ എല്ലാം ഏതിലുണ്ടാവുക? ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ക്യാഷ് ലെഡ്ജർ എന്താ? ഞാനിപ്പോ 10 ലക്ഷം രൂപയുടെ സാധനം വാങ്ങി, 15 ലക്ഷം രൂപ എന്റെ ഔട്ട്വാർഡ് സപ്ലൈ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ 15 മൈനസ് 10, ബാക്കി എങ്ങനെ അടയ്ക്കും? ബാക്കി നമ്മൾ അടയ്ക്കണം എന്ന് പറഞ്ഞു. എന്തായിട്ട് അടയ്ക്കണം? ക്യാഷ് ആയിട്ട് അടയ്ക്കണം. അതിന് ഉപയോഗിക്കുന്ന ലെഡ്ജറാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ഓക്കെ, പിന്നെ ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ നമ്മൾ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ രണ്ടും തമ്മിൽ വേറെ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ലെഡ്ജർ വെച്ച് നമ്മൾ ഔട്ട്വാർഡ് ടാക്സ് ലയബിലിറ്റി മാത്രമേ സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ ഞാൻ പറയാം, ടോട്ടൽ 15 ലക്ഷം എന്തുണ്ട്? ഔട്ട്വാർഡ് ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്ന് വിചാരിച്ചു. ഔട്ട്വാർഡ് ടാക്സ് ലയബിലിറ്റി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ടോട്ടൽ 20 ലക്ഷം ഉണ്ടെന്ന് വിചാരിച്ചു. എനിക്ക് ഇൻട്രസ്റ്റ് സ്ക്രീൻ കാണുന്നില്ല അല്ലെ? ഒരു മിനിറ്റ് ഇടാം. ടോട്ടൽ 15 ലക്ഷം ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്ന് വിചാരിച്ചു. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ 20 ലക്ഷം ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൾട്ടി എന്ന് പറഞ്ഞ ഇനത്തില് എത്ര ഉണ്ട്? ഒരു 5 ലക്ഷം ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിന് എന്തൊക്കെ സെറ്റപ്പ് ചെയ്യാം? എന്ത് സെറ്റപ്പ് ചെയ്യാം? ഇതെന്റെ ഇൻവാർഡ് സപ്ലൈ ആണ് കേട്ടോ. ഇൻവാർഡ് സപ്ലൈയുടെ മുകളിൽ ഞാൻ അടച്ച ടാക്സ് അല്ലെ? ഞാൻ വാങ്ങിയ ഗുഡ്സിന് മുകളിൽ ഒന്നുകിൽ ഞാൻ സപ്ലയർ ത്രൂ അടച്ചത്, അല്ലെങ്കിൽ ഞാൻ സ്വമേധയാ അടച്ചത്. റിവേഴ്സ് ചാർജ് മെക്കാനിസം ആകുമ്പോൾ ഞാൻ തന്നെ അടയ്ക്കുന്നത്. ഈ രണ്ടും ഏതിൽ വരും? ഇൻവാർഡ് സപ്ലൈയുടെ മുകളിൽ നമ്മൾ അടച്ച ടാക്സ് അല്ലേ? ഒന്ന് സപ്ലയർ മുഖാന്തരം നമ്മൾ എന്ത് ചെയ്തു? അടച്ചു. രണ്ട്, ഞാൻ ഡയറക്ട്ലി അടച്ചു. ടാക്സ് ഗവൺമെന്റിന് കിട്ടുന്നില്ലേ? ക്ലിയർ ആവുന്നില്ലേ? അപ്പോ ഇൻവാർഡ് സപ്ലൈയുടെ മുകളിൽ ഞാൻ അടച്ച ടാക്സ് മുഴുവൻ ഇതിൽ വരും? ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ വരും. ഓക്കെ, ഇനി ഈ ഇൻവാർഡ് സപ്ലൈ തികയാത്ത ഔട്ട്വാർഡ് സപ്ലൈ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അത് മുഴുവൻ നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ത്രൂ അടയ്ക്കണം. പിന്നെ അപ്പൊ ഞാൻ ഈ ചോദിച്ച ചോദ്യത്തില് 15 ലക്ഷം എന്റെ ഔട്ട്വാർഡ് ടാക്സ് ലയബിലിറ്റി ഉണ്ട്. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ
ക്രെഡിറ്റ് ലെഡ്ജറിൽ 20 ലക്ഷം ഉണ്ട് എന്ന് വിചാരിച്ചു. അപ്പോ എങ്ങനെയാ നമ്മൾ കാണുക? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഏത് പറ്റില്ല? ഈ ഔട്ട്വാർഡ് ടാക്സ് ലയബിലിറ്റി പറ്റില്ല? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ വെച്ച് ക്രെഡിറ്റ് ലെഡ്ജർ വെച്ചിട്ട് എന്ത് പറ്റും? ഔട്ട്വാർഡ് ടാക്സ് ലയബിലിറ്റി മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ 15 ലക്ഷം മൈനസ് 15 ലക്ഷം എത്രയായി? നില്ലായി. എന്ത്? നമ്മളെ അടയ്ക്കേണ്ട തുക. ഇനി ബാക്കി 5 ലക്ഷം ഉണ്ട് അല്ലെ? അപ്പൊ ഇത് 5 ലക്ഷമായി. ഇനി ഈ 5 ലക്ഷം കൊണ്ട് ഈ ഇൻട്രസ്റ്റ് പെനാൽറ്റി ലേറ്റ് ഫീ പറ്റുമോ? 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 പറ്റില്ല. അപ്പൊ ഇത് ക്യാരി ഫോർവേഡ് ചെയ്യും. ഒന്നുകിൽ ക്യാരി ഫോർവേഡ് അല്ലെങ്കിൽ റീഫണ്ട്. ഇതോ? ഇത് നമ്മൾ ഏത് ത്രൂ അടയ്ക്കണം? ക്യാഷ് ആയി അടയ്ക്കണം. അതിന് ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ഓക്കെ, ഈ എമൗണ്ട് മൊത്തം കാണിക്കുക ഏതിലാ? ഈ 5 ലക്ഷവും 10 ലക്ഷവും ടോട്ടൽ 10 ലക്ഷം എന്നുള്ളത് ഏതിലാ കാണിക്കുക? ഔട്ട്വാർഡ് ടാക്സ് ലയബിലിറ്റിയിലെ നെറ്റ് നമ്മൾ അടയ്ക്കേണ്ട തുക ഔട്ട്വാർഡ് ടാക്സ് ലയബിലിറ്റിയിലാണ് കാണിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്രെഡിറ്റ് ലെഡ്ജർ. ഇപ്പൊ ഓക്കെ ആവിടാ? ഇനി ഏതെങ്കിലും പറയാനുണ്ടോ? ഇനി ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ എടുത്ത ഭാഗത്തിൽ? ഇനി ഈ കേസിൽ 25 ലക്ഷം അടയ്ക്കാനുണ്ടായിരുന്നെങ്കിൽ 20 ലക്ഷം സെറ്റ് ഓഫ് ചെയ്യുക. ബാക്കിയും നമ്മൾ ക്യാഷ് ലെഡ്ജർ ത്രൂ അടയ്ക്കുക കേട്ടോ. തികയാത്ത തുക മുഴുവൻ നമ്മൾ എന്താ ചെയ്യാം? ക്യാഷ് ലെഡ്ജർ ത്രൂ ആണ് അടയ്ക്കുക. ഇൻട്രസ്റ്റ് പെനാൽറ്റി ലേറ്റ് ഫീ ഒന്നും ക്രെഡിറ്റ് ലെഡ്ജർ വെച്ച് സെറ്റ് ഓഫ് ചെയ്യാനും പറ്റില്ല. ഇൻവാർഡ് സപ്ലൈയുടെ മുകളിൽ നമ്മൾ അടച്ച ടാക്സ് അതുമായി ബന്ധപ്പെട്ട ഔട്ട്വാർഡ് സപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി കസ്റ്റംസ് ലോ അടുത്ത ചാപ്റ്റർ ആണ്. അത് കഴിഞ്ഞാൽ ഒരു ഇൻകം ടാക്സും കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. അതിന് മുന്നേ നമുക്ക് ഇതുമായി കണക്ട് ചെയ്ത ചാപ്റ്റർ ആണ് എന്ത്? ടാക്സ് ഇൻവോയ്സ്, ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് നോട്ട്. ഇതിൽ കുറച്ച് ഡേറ്റ്സ് ഉണ്ട്, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഡേറ്റ്സും എമൗണ്ടും. അപ്പൊ ടാക്സ് ഇൻവോയ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 31 ടാക്സ് ഇൻവോയ്സ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഇൻവോയ്സ് റെഫേർഡ് ഇൻ സെക്ഷൻ 31, അത്രേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ഫോർമാറ്റ് ഒന്നുമില്ല. ഓക്കെ, അതിന് പ്രത്യേകിച്ച് ഫോർമാറ്റ് ഒന്നുമില്ല. പക്ഷെ അതിന് നിർബന്ധമായിട്ടും എന്തൊക്കെ വേണം? ഒരു ടാക്സ് ഇൻവോയ്സിൽ എന്തൊക്കെ വേണ്ടി വരും? എന്തൊക്കെ വേണ്ടി വരും ടാക്സ് ഇൻവോയ്സിൽ? എന്തൊക്കെ വേണ്ടി വരും? എടാ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടാക്സ് ബില്ലിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും? ഒരു ബില്ലില് എന്തൊക്കെ ഉണ്ടാവും? അതിന് ബില്ല് നോക്കിയാലല്ലേ അല്ലെ? ആരെങ്കിലും ബില്ല് നോക്കാറുണ്ടോ? ഇപ്പൊ ഓക്കെ അല്ലേ? എടാ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടാക്സ് ബില്ലിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും? എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും?
അനശ്വര റെഡിയാണ്. എന്തൊക്കെയാണ്? ക്വാണ്ടിറ്റി, പ്രൈസ്, പിന്നെ വാല്യൂ ഉണ്ടാവും, ടാക്സ് ഉണ്ടാവും, ടോട്ടൽ വാല്യൂ ഉണ്ടാവും അല്ലെ? പിന്നെ ഇന്ത്യയിൽ ഗുഡ്സിനെയും സർവീസിനെയും ക്ലാസിഫൈ ചെയ്യുക എങ്ങനെയാണ്? ഗുഡ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? HSN കോഡ് എന്നാ പറയാം. ഓക്കെ, ഗുഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ എന്നാ പറയാം. എന്താ പറയാ? HSN കോഡ്. HSN. ഓക്കെ, അപ്പൊ ഏതാണ്? മാർക്ക് ചെയ്യാം. ഇമ്പോർട്ടൻസ് ഓഫ് ടാക്സ് ഇൻവോയ്സ് അണ്ടർ GST. GSTയിലെ ടാക്സ് ഇൻവോയ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് എല്ലാത്തിനും എവിഡൻസ് എന്നുള്ളതൊക്കെയാണ്. അതൊന്നും ആവശ്യമില്ല. നമ്മൾ എന്ത് പഠിക്കുക? ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ഓക്കെ, ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ഇത് WCO ഉണ്ടാക്കിയതാണ്, വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ. ഇത് ഓരോ ഗുഡ്സിനെയും എന്താ പറയാ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ഉപയോഗിക്കുക. HSN കോഡ് എന്നാ പറയാ. ഓക്കെ, HSN കോഡ്. അതേപോലെ സർവീസിന് SAC ആണ്, അത് നമുക്ക് പഠിക്കാനില്ല. SAC കോഡാണ്. സർവീസ് അക്കൗണ്ടിങ് കോഡ്, HSN കോഡ് ഗുഡ്സിന്റെ. ഓക്കെ, അപ്പൊ HSN ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്, നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. HSN എത്ര കോഡാണ്? ഇന്ത്യയിൽ HSN എത്ര കോഡാണ്? ഓക്കെ, നോർമലി വേൾഡ് വൈഡ് എത്രയാണ്? 6 ഡിജിറ്റ് ആണ്. പക്ഷെ ഇന്ത്യയുടെ കേസിൽ എന്താണ്? മോർ ഡീറ്റെയിൽഡ് ക്ലാസിഫിക്കേഷൻ ദാറ്റ് ആഡഡ് അനദർ 2 ഡിജിറ്റ്. മനസ്സിലായോ? 6 ഡിജിറ്റ് പ്ലസ് 2 ഡിജിറ്റ്. അപ്പൊ ഇന്ത്യയുടെ കേസിൽ എത്ര HSN കോഡാടാ? ഒരു പ്രോഡക്റ്റിനെ 52.08.0010 ഇങ്ങനെയൊക്കെ ആയിരിക്കും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇത് റിലേറ്റിംഗ് ടു കയറാണ് 52.08 ഈ ഒരു ഐറ്റം. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോ ഐറ്റത്തിനും ഓരോ ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. ഇങ്ങനെയാണ് ഒരു എന്തുണ്ടാവുക? HSN കോഡ് ഉണ്ടാവുക. 8 ഡിജിറ്റ് കോഡ് ഉണ്ടാവും. ഇത് വെച്ചിട്ടാണ് ഓരോ പ്രോഡക്റ്റിനെയും ക്ലാസിഫൈ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഈ 8 ഡിജിറ്റ് എന്നുള്ളത് എഴുതി വെക്കുക. 8 ഡിജിറ്റ് ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ഇനി HSN കോഡിന്റെ ലിമിറ്റ് ആണ് പറയുന്നത്. എന്റെ ടേൺ ഓവർ 1.5 കോടിയുടെ താഴെയാണെങ്കിൽ, എന്റെ മൊത്തം ടേൺ ഓവർ 1.5 കോടിയുടെ താഴെയാണെങ്കിൽ ഞാൻ ഇൻവോയ്സിൽ HSN വയ്ക്കേണ്ട നിർബന്ധമില്ല. ഓക്കെ, 1.5 കോടിയുടെ താഴെയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, ലെസ് ദാൻ 1.5 crore ടേൺ ഓവർ ആണ്. ടേൺ ഓവർ ലെസ് ദാൻ 1.5 crore, നോ HSN റിക്വയർഡ്. ഇനി 1.5 to 5 എഴുതി വെക്കുക. 1.5 to 5 2, മോർ ദാൻ 5 4 ഡിജിറ്റ്, ടോട്ടൽ 8 ഡിജിറ്റ് ആണ്. മിനിമം ഇത്ര വെക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി HSN കോഡ് ഇമ്പോർട്ടിന്റെയും എക്സ്പോർട്ടിന്റെയും കേസിൽ, ഇമ്പോർട്ട് എക്സ്പോർട്ടിന്റെ കേസിൽ 8 ഡിജിറ്റ്, 8 ഡിജിറ്റ്സ്. ഓക്കെ, ഇത്രയാണ് ആകെ ഉള്ളത്. ക്ലിയർ ആണോ? ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. 1.5 കോടിയിൽ താഴെയാണെങ്കിൽ HSN വേണ്ട. 1.5 to 5 2, 5ന്റെ മുകളിലേക്ക് 4, ഇമ്പോർട്ട് എക്സ്പോർട്ട് ആണെങ്കിൽ 8. അത്രേ ഉള്ളൂ. ജസ്റ്റ് ആലോചിക്കുക, HSN കോഡ് ഇന്ത്യയിൽ എത്ര ഡിജിറ്റാ? 8 ഡിജിറ്റ്. HSN കോഡ് ഇന്ത്യയിൽ 8 ഡിജിറ്റ്. ചോദ്യം ഉണ്ടാവും. ഇനി നോർമൽ 1.5 കോടിയുടെ താഴെയാണെങ്കിൽ HSN വേണ്ട. 1.5 കോടി മുതൽ 5 കോടി വരെയാണ് എന്റെ ടേൺ ഓവർ എങ്കിൽ 2 ഡിജിറ്റ് വെച്ചാൽ മതി. 5 കോടിയുടെ മുകളിലാണെങ്കിൽ 4 ഡിജിറ്റ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് ആണെങ്കിൽ 8 ഡിജിറ്റ്. ഉറപ്പിച്ചല്ലോ? ഉറപ്പിച്ചോ? മറക്കില്ലല്ലോ? സെറ്റ് അല്ലേ?
ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ 1.5. എന്നാലും എന്ന് പറഞ്ഞിട്ട് അതേ ഒരു ഉണ്ടല്ലോ. അപ്പൊ നോക്കുക, ഇനി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണ്ട എന്ന് പറയുന്ന സിറ്റുവേഷൻ. ഓക്കെ, ഒരാൾക്ക് സെപ്പറേറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണ്ട എന്ന് പറയുന്ന സിറ്റുവേഷൻ ആദ്യം മനസ്സിലാക്കേണ്ടത് കണ്ടീഷനാണ്. ഓക്കെ, നമ്മൾ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട 200 രൂപയുടെ താഴെയാണെങ്കിൽ, ഓക്കെ, 200 രൂപയുടെ താഴെയാണെങ്കിൽ നമ്മൾ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. എങ്ങനെയൊക്കെയാണെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഒന്ന്, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങാന്ന് വിചാരിച്ചോ, 200 രൂപയുടെ താഴെയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ? കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് കണ്ടീഷൻ? ഒന്ന്, നിങ്ങൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആവരുത്. നിങ്ങൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആവരുത്. പിന്നെ നിങ്ങൾക്ക് ഇൻവോയ്സ് വേണ്ട. നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇൻവോയ്സ് വേണ്ട. 3, ഞാൻ അതാത് ദിവസം എൻ്റെ 200 രൂപയുടെ താഴെയുള്ള അൺരജിസ്റ്റേർഡ് പേഴ്സൺ വിറ്റ എമൗണ്ടിന് മൊത്തം എന്ത് ചെയ്യണം? ഒരു കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. എങ്ങനെയാടാ? ആദ്യത്തെ കണ്ടീഷൻ 200-ന് താഴെയാണെങ്കിൽ, 200-ന് താഴെയാണെങ്കിൽ, ഇൻവോയ്സിന്റെ എമൗണ്ട് 200-ന് താഴെയാണെങ്കിൽ, നിങ്ങൾ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, നിങ്ങൾക്ക് ടാക്സ് ഇൻവോയ്സ് വേണ്ട എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ടാക്സ് ഇൻവോയ്സ് തരാതിരിക്കാം. എങ്ങനെയാണെങ്കിൽ, ഞാൻ അതാത് ദിവസം, ഈ ദിവസം എൻ്റെ 200-ന് താഴെയുള്ള ഒരുപാട് ഇൻവോയ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, 200-ന് താഴെയുള്ള ഒരുപാട് ഇൻവോയ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, 100, 125, 150 അങ്ങനെ ഒരുപാട് ഇൻവോയ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഇതിനെല്ലാം കൂടെ ഒരൊറ്റ കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ആയിട്ട് ഒറ്റ ഇൻവോയ്സ് ഈ ദിവസം അവസാനം ഞാൻ ഇഷ്യൂ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ രജിസ്റ്റേർഡ് പേഴ്സൺ മേ നോട്ട് ഇഷ്യൂ എ ടാക്സ് ഇൻവോയ്സ്. ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണമെന്നില്ല. എങ്ങനെയാണെങ്കിൽ, വാല്യൂ 200-ന് താഴെയാണെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഒന്ന്, രജിസ്റ്റേർഡ് പേഴ്സൺ ആവരുത്, നോട്ട്. 2, നോട്ട് റിക്വയർ സച്ച് ഇൻവോയ്സ്, റെസിപ്പിയന്റിന് ഇൻവോയ്സ് വേണ്ട. 3, ഞാൻ എന്ത് ചെയ്തോളണം? കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ഓരോ ദിവസം അവസാനിക്കുമ്പോഴും ഈ സപ്ലൈയുടെ മൊത്തം മുകളിൽ ഞാൻ ഇഷ്യൂ ചെയ്തിരിക്കണം. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ HSN കോഡ് ആലോചിക്കുക, 200 ആലോചിക്കുക, നോട്ട് രജിസ്റ്റേർഡ്, റെസിപ്പിയന്റിന് എന്ത് വേണ്ട? ബില്ല് വേണ്ട. ഞാൻ സപ്ലയർ എന്ത് ചെയ്യണം? രജിസ്റ്റേർഡ് പേഴ്സൺ എന്ത് ചെയ്യണം? മൊത്തത്തിന് മുകളിൽ കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. പിന്നെ ഇൻവോയ്സിന് പ്രത്യേകിച്ച് ഫോർമാറ്റ് ഒന്നുമില്ല. ഇനിയുള്ളത് ഫുൾ എന്താ? ടാക്സ് ഇൻവോയ്സിന്റെ ഫോർമാറ്റ്. എന്താ പറയുക, ടാക്സ് ഇൻവോയ്സിന് പ്രത്യേകിച്ച് ഫോർമാറ്റ് ഒന്നുമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയായിരിക്കും ടാക്സ് ഇൻവോയ്സിൽ വേണ്ടത്? നെയിം, അഡ്രസ്സ്, നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ, സപ്ലയറുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെ? രജിസ്റ്റേർഡ് പേഴ്സൺ ആണല്ലോ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ നെയിം, അഡ്രസ്സ്, GSTN ഓഫ് സപ്ലയർ, പിന്നെ ഒരു സീരിയൽ നമ്പർ, ഡേറ്റ്, റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ അയാളുടെ നെയിം, അഡ്രസ്സ്, GSTN, UIN. പിന്നെ എന്തൊക്കെയാണ്? ഞാൻ നിങ്ങൾക്ക് ഗുഡ്സ് വിൽക്കുകയാണ്. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് 50,000 രൂപയുടെ താഴെയുള്ള എമൗണ്ട് ആണെങ്കിൽ എന്ത്? നിങ്ങളുടെ പേരും അഡ്രസ്സും ഒന്നും വേണ്ട, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും അത് വേണം. ഓക്കെ, അടിയത്തെ പോയിന്റ് ഇല്ല, അത് തെറ്റി വന്നതാണ്. ഇത്രേ ഉള്ളൂ. 50,000 അല്ലെങ്കിൽ 50,000-ന് മുകളിലോ ആണെങ്കിൽ എന്ത് ചെയ്യാം? നെയിം, അഡ്രസ്സ്, റെസിപ്പിയന്റിന്റെ എന്ത് ചെയ്യണം? അലോങ് വിത്ത് നെയിം ആൻഡ് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് കോഡ്. മനസ്സിലായോ? റെസിപ്പിയന്റ് അൺരജിസ്റ്റേർഡ് ആണ്. റെസിപ്പിയന്റ് അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ എന്ത് വേണം? ഇപ്പൊ ഞാൻ സപ്ലയറും നിങ്ങൾ റെസിപ്പിയന്റ്. നിങ്ങൾ രജിസ്റ്റേർഡ് ആണെങ്കിൽ ആദ്യം ഫസ്റ്റ് വേണ്ടത് എൻ്റെ എന്ത് വേണം? നെയിം, അഡ്രസ്സ്, GSTN, ഒരു സീരിയൽ നമ്പർ, ഒരു ഡേറ്റ്, ഗുഡ്സിന്റെ ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി, വാല്യൂ, ടാക്സബിൾ വാല്യൂ, എത്രയാണ് ടാക്സ്, എത്രയാണ് ടോട്ടൽ എമൗണ്ട്, HSN കോഡ്. HSN കോഡ് നിർബന്ധമാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ കേസിൽ, അപ്ലിക്കബിൾ ആവുന്ന കേസിൽ. ഓക്കെ, ഇതൊക്കെയാണ് വരേണ്ടത്.
അപ്പോ ആകെ മനസ്സിലാക്കേണ്ട എത്രയാണ്? അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ സപ്ലൈ വാല്യൂ 50,000 മുകളിലാണെങ്കിൽ അവിടെ നെയിമും അഡ്രസ്സും ഒക്കെ വേണം, അല്ലെങ്കിൽ നിർബന്ധമില്ല. ഓക്കെ, റെഡിയാണോ? പിന്നെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ അവിടെ പ്ലേസ് ഓഫ് സപ്ലൈയും കൂടെ വേണം. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ അല്ലേ? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ അവിടെ പ്ലേസ് ഓഫ് സപ്ലൈയും കൂടെ നെയിമിന്റെ കൂടെ വേണം. പിന്നെ ബിൽ ടു അഡ്രസ്, ഷിപ്പ് ടു അഡ്രസ്, RCM പ്രകാരം ടാക്സ് അടയ്ക്കേണ്ട ഗുഡ്സ് ആണോ, പിന്നെ ഒരു ഒപ്പവും. ഇത്രയും സാധനല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കിയാൽ കിട്ടും. എന്താണ് നമ്മളുടെ നെയിം, വാങ്ങിയ ആളുടെ നെയിം, വിറ്റ ആളുടെ നെയിം, പിന്നെ സാധനങ്ങളുടെ പേര്, സാധനങ്ങളുടെ HSN കോഡ്, സാധനങ്ങളുടെ വാല്യൂ, അതിന് എത്രയാണ് ടാക്സ് റേറ്റ്, എത്രയാണ് ടാക്സ് എമൗണ്ട്, എത്രയാണ് ടോട്ടൽ എമൗണ്ട്, അല്ലെ? ക്വാണ്ടിറ്റി, ഇതൊക്കെയല്ലേ ഉള്ളൂ. എന്നാണ് ഇഷ്യൂ ചെയ്തത്, അതിനൊക്കെ ഒരു നമ്പർ ഉണ്ടാവില്ലേ? 001/2017, 002/2017, ഒരു സീരിയൽ നമ്പർ ഉണ്ടാവുമല്ലോ എല്ലാ ബില്ലിലും. കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? ബാക്കി നാളെ എടുക്കാം അല്ലെ? മതിയോ? ഇന്ന് കണ്ടിന്യൂ ചെയ്യണോ? ഇത്രയും വായിച്ചു നോക്കൂ, ഇത്രയും വായിച്ചു നോക്കൂ. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യാ, അങ്ങ് സെറ്റാക്കി വെക്കുക. ഇതിൽ MCക്ക് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളില്ലേ? മന്ത്, ഡേറ്റ്, പിന്നെ ഏതൊക്കെയാണ് കേസസ്, ഇങ്ങനെ ജസ്റ്റ് എല്ലാം ഒന്ന് ഒരൊട്ടം കണ്ണിങ്ങനെ ഒന്ന് അടിച്ച് എല്ലാം ഒന്ന് നോക്കി എന്ത് ചെയ്യുക, മൈൻഡിൽ അത് ഉറപ്പിക്കുക. പ്രത്യേകിച്ച് ഞാൻ ഉറപ്പിച്ച് വെക്കാൻ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ എല്ലാരും നന്നായി പഠിക്കാം. ഇന്ന് ഇത്രയും മതിയല്ലേ? അപ്പൊ ബാക്കി നാളെ. ഓക്കെ.